അങ്ങനെ നമ്മളിതാ മ്യൂസിക് ലൈഫ് മെഗാ ഫൈനൽ 10ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു സന്തോഷം നമ്മൾ എല്ലാവരിലും ഉണ്ട്. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ അങ്ങനെ ഇന്നത്തെ ഒരു പുതുപുത്തൻ എപ്പിസോഡ് ഇവിടെ തുടങ്ങുകയാണ്. ഏവരെയും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ പ്രേക്ഷകരെ, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, മ്യൂസിക് ലൈഫ് മെഗാ ഫൈനൽ ഇപ്പോഴാ 10ാം വാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. 9 ആഴ്ചകൾ താണ്ടി ഇപ്പോൾ 10ാം വാരത്തിൽ എത്തി നിൽക്കുമ്പോൾ നമ്മുടെ ഒപ്പം 11 മത്സരാർത്ഥികളാണ് ഇന്നിവിടെ മത്സരിക്കുന്നത്. എല്ലാ ആഴ്ചയും പോലെ തന്നെ 2 റൗണ്ടുകളായിട്ടാണ് നമ്മുടെ മ്യൂസിക്കൽ വൈബ്സ് മത്സരിക്കുന്നത്. 1 ഓൾഡ് ഈസ് ഗോൾഡ്, 2 ജഡ്ജസ് ചോയ്സ്. അപ്പോൾ അവരുടെ മത്സരത്തിന് വിധി എഴുതാനുള്ള വിധികർത്താക്കളെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഞാൻ ഒരുപാട് സ്നേഹത്തോടെ ആ മൂവർ സംഘത്തെ ഇവിടെ സ്വാഗതം ചെയ്യാണ്. മഞ്ജരി, ഗായത്രി, ഒപ്പം ആശ, ശരത്. കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാലി നിലകളിലായത്തിൽ തൊട്ടേ വരാം. തുമ്പീവ തുമ്പക്കുടത്തിൻ തുഞ്ചത്തായി ഊഞ്ഞാലിടാം. ലാ 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 ലാ. 3 വണ്ടർ വിമൻസ്. ഒന്ന് തിരിഞ്ഞേ. വനിത. നിങ്ങൾ 3 പേര് ഒരുമിച്ച് വന്നതുകൊണ്ടാണോ വനിത എന്ന് ടൈപ്പ് ചെയ്തത്? ഇത് വനിതകളുടെ ഷോ ആണല്ലോ. അതേലോ. അപ്പോ നമ്മുടെ ഫ്ലവേഴ്സിന്റെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഒരു ഡിസൈനർ ചെയ്ത ബ്ലൗസ് ആണിത്. അപ്പോ ഇന്നിപ്പോ മധുചേട്ടനില്ലാത്ത ഒരു കുറവ് നമ്മൾ അടിച്ചു പൊളിച്ച് തീർക്കാൻ പോവാണ്. പക്ഷെ അതിന് മുന്നേ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. സുന്ദരനായിട്ടുണ്ട്, ഹാൻസം. ഇനി വേണമെങ്കിൽ അമ്മുവിന്റെ അമ്മയ്ക്ക് ചെറുതായിട്ട് ആലോചിക്കാം. ഓക്കെ, അപ്പൊ പുതിയ ഹെയർ സ്റ്റൈൽ, പുതിയ ഞങ്ങൾ അങ്ങനെ മറക്കാത്തോണ്ടിരിക്കുകയാണ് ഒരാള്. അപ്പൊ നിങ്ങൾ 3 പേരും വണ്ടർ വിമൻ ആണ്. അപ്പൊ എന്തായാലും ഒരാളെ കൂടി വിളിക്കണം ഒരു ആഗ്രഹം, ഒരു വനിതയെ. മ്യൂസിക്കൽ വൈബ്സ് ആണല്ലോ. അതെ, ഭാര്യയാണോ വരുന്ന ആള്? ഭാര്യയാണ് വരുന്നത്. ഒരു കലാകാരിയാണ്, നർത്തകിയാണ്, അഭിനേത്രിയാണ്, ഡബിങ് ആർട്ടിസ്റ്റ് ആണ്. അങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട് ആളെ പറ്റി പറയുകയാണെങ്കിൽ. നമ്മള് ഇപ്പൊ സ്നേഹം കൂടുമ്പോ വിളിക്കില്ലേ, ഡെയിൻ മോനെ, ആശമോളെ, ഗായത്രി മോളെ എന്ന് വിളിക്കില്ലേ? അതുപോലെ നമ്മളെല്ലാവരും മോളെ എന്ന് ചേർത്ത് വിളിക്കുന്ന മലയാളികളുടെ മകൾ ജോമോൾ. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ മിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. നിന്റെ കയ്യിൽ കയ്യും കോർത്ത് തോളിൽ എന്റെ തോളും ചേർത്ത് കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. പൊന്നേ നിന്റെ കൂടി വരാൻ കാത്തിരുന്നു ഞാൻ. എന്റെ ഉള്ളുടുക്കും കൊട്ടി നിൻ കഴുത്തിൽ നിന്നും കെട്ടി കൊണ്ടുപോകാൻ വന്നതാണു ഞാൻ. പെണ്ണെ നിന്നെ കൊണ്ടുപോകാൻ വന്നതാണ് ഞാൻ. ജാനികുട്ടി, നമസ്കാരം. ഈ മ്യൂസിക് കേട്ടപ്പോ ജാനികുട്ടി എന്നല്ലാതെ വേറെ ഒന്നും വിളിക്കാൻ തോന്നുന്നില്ല, അല്ലേ? നമ്മൾ ആ ജാനികുട്ടി എന്ന് പറയുന്ന കഥാപാത്രം നമ്മുടെ ഉള്ളിലാണ്. ചേച്ചി, അപ്പോൾ ഒരുപാട് സന്തോഷം ചേച്ചി ഈ ഒരു വേദിയിൽ നമുക്ക് കാണാൻ സാധിച്ചില്ല. അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക്. താങ്ക് യു. എന്തൊക്കെയുണ്ട് വിശേഷം? നമുക്ക് വടക്കം വീരഗാഥ മുതൽ നമുക്ക് അറിയുന്ന ആളാണ്. അന്ന് കുഞ്ഞായിരിക്കുമ്പോൾ നമ്മുടെ
വീടുകളിലും നമ്മുടെ ഹൃദയങ്ങളിലോട്ടും കയറി വന്ന ആളാണ്. ഒരുപാട് കഥാപാത്രങ്ങളോടെ ഞങ്ങളെ ഞെട്ടിച്ചുകൊണ്ടേയിരിക്കുന്നു. എങ്ങനെ പോകുന്നു ജീവിതം? സുഖമായിട്ട് പോകുന്നു, ദൈവം അനുഗ്രഹിച്ചു. എല്ലാം 2 വാക്കിൽ മാത്രമേ മറുപടി പറയുള്ളൂ. അല്ല, അതിനു വേണ്ടി സംസാരിക്കുന്നുണ്ട്. സംസാരിക്കുന്നുണ്ട്. എനിക്ക് ഗ്യാപ്പ് ഒരു ബ്രേക്ക് കൊടുക്കുന്നു. അപ്പൊ ചേച്ചി ഇതാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ ഈ വേദിയിൽ വന്ന് നിൽക്കുവാണ്. നമ്മളിതാ 10ാം വാരത്തിൽ എത്തിയിരിക്കുന്നു. ചേച്ചി ചോദ്യത്തിലേക്ക് എത്താൻ വേണ്ടിട്ട് 2 സെന്റൻസ് അത്രേ ഉള്ളൂ. ബിൽഡപ്പ് അത്യാവശ്യമായതുകൊണ്ടാണ്. ശരി, അപ്പൊ ദാ ഈ വേദിയിൽ വന്ന് നിൽക്കുവാണ്. അപ്പൊ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനൽ എന്ന് പറയുന്ന ഈ ഷോയെ പറ്റി 2 വാക്ക്. 2 വാക്കല്ല, ഒരു 4 വാക്ക്, 5-8 വാക്ക്. നമ്മള് കല്യാണം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഫാമിലി ഒക്കെ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറും അല്ലേ? അപ്പോൾ നമ്മുടെ പ്രയോറിറ്റീസ് മാറുമ്പോൾ ചിലപ്പോൾ നമ്മളുടെ ടാലൻറ്റ്, നമുക്ക് ആഗ്രഹമുള്ള ഇഷ്ടമുള്ളതൊക്കെ ചിലപ്പോൾ 1-2 പടി താഴെ പോകും. അങ്ങനെയാണ് സ്വതവേ കണ്ടിരിക്കുന്നത്. ഇപ്പൊ പക്ഷേ അതൊരുപാട് മാറി വരുന്നു. അപ്പോൾ ഈ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടുണ്ട് പലതവണ. ഇതിനകത്ത് അതിഗംഭീരമായിട്ട് പാടുന്ന ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. ഒരു കാര്യം, എന്നെ ഈ ഷോന് ഗസ്റ്റായിട്ട് വിളിച്ചപ്പം ഇതിൻ്റെ കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മാമിന് പാടാൻ അറിയോ? ഞാൻ അത്യാവശ്യം ബാത്റൂമിലൊക്കെ പാടുന്ന ഒരു സിംഗറായിരുന്നു. പക്ഷെ ഈ പ്രോഗ്രാം ഞാൻ ചുമ്മാതൊന്ന് കണ്ടു നോക്കി വരുന്നതിന് മുമ്പ്. അവർ പാടുന്ന കേട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് ഒട്ടും പാടാൻ അറിയില്ല. ഞാൻ മൂളുക പോലും ചെയ്യില്ല. എൻ്റെ വീട്ടിലാരും പോലും മൂളില്ല. അതുകൊണ്ട് ഞാൻ ബാത്റൂം പോന്ന് നിർത്തിയത്. അപ്പം അത്രയും ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് പാർട്ടിസിപ്പൻസ് ഉണ്ട്. അപ്പോൾ അവരുടെ എല്ലാം ഈ ഒരു എപ്പിസോഡിലെ പാട്ട് കേൾക്കാൻ ഞാൻ വെയിറ്റ് ചെയ്യും. അപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ ചേച്ചിയെ കൂടി നമുക്ക് ജഡ്ജിങ് പാനലിൽ കിട്ടിയതിൽ. നിങ്ങൾ 4 പേരും ഇങ്ങനെ സുന്ദരികളായി നിൽക്കുമ്പോൾ എന്റെ മനസ്സിലേക്ക് ഓടി വരുന്നത് ഹിറ്റ്ലർ മാധവൻകുട്ടിയാണ്. ഹിറ്റ്ലർ മാധവൻകുട്ടി ഞാനായിരിക്കുമല്ലോ സ്വാഭാവികമായിട്ടും. ജഗദീഷ് ചേട്ടൻ ചെയ്ത കഥാപാത്രം. അല്ല, മമ്മൂക്ക ചെയ്ത കഥാപാത്രം. ഡ്രസ് നോക്കൂ, എന്നിട്ട് സംശയമുണ്ടോ? സംശയമുണ്ട്, നല്ലപോലെ. ഇപ്പൊ സംശയം മാറിയില്ലേ? അപ്പൊ 4 പേരും റെഡിയായോ? എന്നാ നടക്കാ. മ്യൂസിക് വായിക്കാൻ വന്നാ മ്യൂസിക് നോക്കണം, ഇവിടെ നോക്കിയിരിക്കരുത്. നടക്കാ. വന്ന് പെങ്ങന്മാർക്ക് പഴയ സ്നേഹമൊന്നും ഇല്ലാണ്ടായി. ഇതെന്തിനാ ഇപ്പൊ ഇങ്ങനെ ഒരു ഷോട്ട്? ഈ 4 പേര് ഒരുമിച്ച് വന്നപ്പോ ഒരു സ്പെഷ്യൽ ഷോട്ട്. അതിനി വേണ്ട, മാധവൻകുട്ടി അത് സമ്മതിക്കില്ല. പൊക്കോളാം. പ്രേക്ഷകരെ, അങ്ങനെതാ മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ 10ാം വാരമാണ് ഇന്ന്. അപ്പോൾ 10ാം വാരത്തിൽ പങ്കെടുക്കാനുള്ള നമ്മുടെ മത്സരാർത്ഥികളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമ്മുടെ 4 പേർ സംഘം ഇവിടെ റെഡിയാണ്. എന്ത് സംഘം? 4 പേർ സംഘം. 4 പേർക്കോ? 4 പേർ. അങ്ങനെ ഒരു വാക്കുണ്ടോ? വാക്കില്ലേ? നമുക്ക് ജോമോൾ ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, അങ്ങനെ ഒരു വാക്കുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. 4 പേർ പറ്റില്ല. അത് 4 പേരും റെഡിയാണ്. റെഡി ആണോ? അല്ല, ഇന്നൊരു കാര്യം ശ്രദ്ധിച്ചോടെ. എന്താ ചേച്ചി? ഞങ്ങള് 4 ഭാര്യമാരാണ് ഇരിക്കുന്നത്. അതെ, കണ്ടസ്റ്റൻസും ഭാര്യമാർ. ഒറ്റ ബാച്ചിലർ. അതെ. അല്ല ജോമോൾ ചേച്ചി, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഈ ജോമോൾ എന്ന പേരും ഒപ്പം ചേച്ചി വരുമ്പോ ചേച്ചിക്ക് കേൾക്കാൻ ഇഷ്ടമാണോ അതോ എന്താണ്? ഈ ഒരു പേര് വന്നതിന് ശേഷം എല്ലാരും ജോമോൾ ചേച്ചി എന്നാണ് വിളിക്കാറ് അതോ ജോമോളെ എന്നാണ് വിളിക്കാറ്? എന്നെ ജോ എന്ന് വിളിച്ചാൽ മതി. ജോ എന്ന് വിളിച്ചാൽ മതി. ഞങ്ങൾ എല്ലാരും ജോ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, അപ്പൊ ജോ റെഡി ആണല്ലോ? നമ്മളപ്പോ നമ്മുടെ 4 ജഡ്ജസ് റെഡിയായ സ്ഥിതിക്ക് നമ്മൾ നമ്മുടെ മത്സരാർത്ഥി വിളിക്കുകയാണ്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീകുട്ടി ശ്രീനാഥ്. ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഓൾ ഈസ് ഗോൾഡ് റൗണ്ടിലാണ്. 1973 ഇറങ്ങിയ ഭദ്രദീപം എന്ന ചിത്രത്തിലെ ബാബുരാജ് മാഷ് കമ്പോസ് ചെയ്ത് ജാനകിയമ്മ പാടി അനശ്വരമാക്കിയ കാളിന്തി തടത്തിലെ രാധ എന്ന ഗാനമാണ് ഞാൻ ഇന്ന് പാടുന്നത്. നന്നായി പാടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഹായ് ശ്രീകുട്ടി. ഹായ് ചേച്ചി. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആണല്ലോ. ഓൾഡ് ഈസ് ഗോൾഡ്. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ വന്നപ്പോ ഓൾഡ് ഈസ് ഗോൾഡ് ആണ്. അതാണ്. അതായത് നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, ജോ ഉണ്ട്. ജോ എന്ന് വിളിച്ചാൽ മതി. ഓക്കെ, നമുക്ക് അത്ര ഫ്രീഡം തന്നിട്ടുണ്ട്. ശരി, അപ്പൊ ഗായത്രി കുറച്ച് നാളുകൾക്ക് ശേഷം വീണ്ടും എത്തിയിരിക്കുകയാണ്. ഹായ് ചേച്ചി. ഇതിന് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഇപ്പോൾ സോപ്പ് ഇടാൻ പറ്റുള്ളൂ. മാർക്ക് ഇടുന്ന നേരത്തെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പാട്ടുപാടി സോപ്പ് ഇടാനാണ്. അപ്പൊ ശ്രീകുട്ടി, അപ്പൊ എന്തായാലും പാട്ടുപാടി സോപ്പ് ഇട്ടോളൂ. നല്ല മാർക്ക് മേടിക്കുക. ഗോൾഡൻ ചെയർ. ഓൾ ദി ബെസ്റ്റ് മോളെ. ഓൾ ദി ബെസ്റ്റ്.
ഗോപുര പന്തലിൽ പോയി ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയംവരം ഗോപുര പന്തലിൽ പോയി കാളിന്തി തടത്തിലെ രാധ കണ്ണന്റെ കളിത്തോഴി രാധ വസതിവനേ വനമാലി കാളിന്തി തടത്തിലെ രാധ കണ്ണന്റെ കളിത്തോഴി രാധ ചക്രവർത്തിനി രുക്മിണി രാധയുടെ സ്വർഗകർണാമൃതമാസ്വദിച്ചു ആ ചക്രവർത്തിനി രുക്മിണി രാധയുടെ സ്വർഗകർണാമൃതമാസ്വദിച്ചു കണ്ണന്റെ കൈവിരൽ താളമായി കണ്ണന്റെ കൈവിരൽ താളമായി കാമുകി തൻ ദാഹം ഗാനമായി അവൾ പാടി രതി സുഖസാരേ ഗതമഭിസാരേ മദന മനോഹര വേഷം കാളിന്തി തടത്തിലെ രാധ കണ്ണന്റെ കളിത്തോഴി രാധ ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയംവരം ഗോപുര പന്തലിൽ പോയി ദ്വാരകാപുരിയിൽ രുക്മിണി സ്വയംവരം ഗോപുര പന്തലിൽ പോയി കാളിന്തി തടത്തിലെ രാധ കണ്ണന്റെ കളിത്തോഴി രാധ അങ്ങനെ ഓൾഡീസ് ഗോൾഡിൽ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടാൻ പറ്റിയോ? കുഴപ്പമില്ലാണ്ട് പാടാൻ പറ്റി. വാവ് 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 അങ്ങനെയൊക്കെ ലാസ്റ്റ് കേൾക്കുന്നുണ്ടായിരുന്നു അവിടുന്ന് ജഡ്ജ്മെന്റ്. അതാരിട്ടത് 4 എണ്ണം അങ്ങനെ ഒരു വാവ് ഇട്ടത്? അപ്പൊ ഗായത്രിയിൽ നിന്ന് തന്നെ തുടങ്ങാം. ഗായത്രി. ശ്രീകുട്ടി വളരെ നന്നായി പാടി. താങ്ക് യു ചേച്ചി. പെർഫെക്ഷൻ എന്നുള്ളൊരു സാധനം മാറ്റി വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ചില
പ്രശ്നങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഓവറോൾ നമ്മളെ പാട്ടിൻ്റെ ഒരു ഭാവം ഉണ്ടല്ലോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മോളുടെ ആ ലയം, ആ ഒരു എന്താ പറയുക, രാധ രുക്മിണിയുടെ സ്വയംവരത്ത് പോകുന്ന ഒരു ചെറിയൊരു പാത്തോസ് ഉള്ളൊരു പാട്ടാണ്. എന്നാൽ രാധയുടെ ഒരു അനന്യമായിട്ടുള്ളൊരു ഭക്തി, ആ ഒരു ഭക്തിയുടെ ഒരു ഭാവം എന്ന് പറയുന്നത് ഇറ്റ് വാസ് ബ്യൂട്ടിഫുള്ളി എക്സ്പ്രസ്ഡ്. വളരെ നന്നായി പാടി. ശ്രീകുട്ടി ചേച്ചി അസലായിരുന്നു. താങ്ക് യു ചേച്ചി. എന്തൊരു ഫീലാ കേൾക്കാൻ, ശരിക്കും ഞെട്ടിച്ചു കളഞ്ഞു. നമുക്കങ്ങ് വല്ലാണ്ട് ഫീൽ ചെയ്തു ശ്രീകുട്ടി പാടിയപ്പോൾ. എനിക്ക് തോന്നിയത് ചില സംഗതികൾ പാടിയത് കുറച്ച് കൂടുതലായിരുന്നു, ഒരു വൈബ്രേഷൻ കൂടിയതുപോലെ ഉണ്ടായിരുന്നു. എനിക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ രാധയും കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എല്ലാ മലയാളികളുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്ന ഒരു പാട്ടുണ്ട്, രാധ തൻ പ്രേമത്തോട്. ആഹാ, അത് തന്നെ. തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? പറയൂ നിനക്കേറ്റം ഇഷ്ടം, പക്ഷേ പകൽ പോലെ ഉത്തരം സ്പഷ്ടം. രാധ തൻ പ്രേമത്തോടാണോ കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? കൃഷ്ണ ഞാൻ പാടും ഗീതത്തോടാണോ? ആഹാ, കലകി. നല്ല കോൺഫിഡൻസ് ഉണ്ട് ശ്രീകുട്ടി പാടുമ്പം. താങ്ക് യു ചേച്ചി. ഞാൻ നല്ല നല്ല സമാധാനമായിട്ട് ആസ്വദിച്ചു. എനിവേ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജോനെ ഇപ്പോഴും കണ്ടാൽ അതുപോലെ തന്നെ ഉണ്ട്, അതെ. പഴയ അതുപോലെ തന്നെ ഇപ്പോഴും കാണാൻ. പക്ഷെ പേരിൽ ഇതുപോലെ ഒരു ഭാഗ്യം ആർക്കെങ്കിലും കിട്ടുമോ? എപ്പോലും മോളേന്ന് വിളിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഹസ്ബൻഡ് എന്താ വീട്ടിൽ വിളിക്കുക, മോളേന്നാണോ? അല്ല, എന്റെ വീട്ടിലെല്ലാരും വാവേന്ന് വിളിക്കാം. ജോ മോളെ എന്നുള്ളത് തന്നെ നമ്മൾ ഈ പ്രായത്തിലും ഭാഗ്യാന്ന് പറഞ്ഞപ്പോ വീട്ടിൽ വിളിക്കുന്നത് എന്താ? വാവേ. വാവേ, അതിലും കുഞ്ഞാ. അപ്പൊ താങ്ക് യു ജോ. ഗംഭീര സെലക്ഷൻ ആണ് കേട്ടോ. താങ്ക് യു ചേച്ചി. വളരെ വളരെ പ്രണയവും ഭക്തിയും ഒക്കെ കലർന്നിട്ടുള്ള ഒരു പാട്ട്, എന്നും വാഴ്ത്തപ്പെട്ടിട്ടുള്ള ഒരു പ്രണയമാണ് രാധാകൃഷ്ണ പ്രണയം. ഓൾ ദി വെരി ബെസ്റ്റ് മോളെ. നന്നായി പാടി കേട്ടോ. നന്നായി പാടി. താങ്ക് യു ചേച്ചി. എന്തായാലും വീട്ടിൽ നിന്ന് ഹസ്ബൻഡ് വന്നിട്ടുണ്ട് അല്ലെ? അദ്ദേഹം ഇപ്പോൾ വെറും ശ്രീനാഥ് അല്ല. ഡോക്ടർ പറഞ്ഞോളൂ, ഉറക്കെ പറയൂ. ഡോക്ടർ ശ്രീനാഥ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ. അപ്പോ കൺഗ്രാറ്റുലേഷൻസ് ഡോക്ടർ ശ്രീനാഥ്. ഈ ജഡ്ജ്മെന്റ് നടക്കുന്ന സമയത്ത് ഗായത്രി പറഞ്ഞൊരു വാക്ക് ശ്രദ്ധിച്ചായിരുന്നോ? പെർഫെക്ഷൻ എടുത്തു മാറ്റിയാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളിൽ ആരായിരിക്കും ഇനി വരാൻ പോകുന്ന ഫൈനലിലേക്ക് എത്തുക എന്നൊക്കെ അറിയാൻ നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുക. ഈ പെർഫെക്ഷൻ എന്ന് പറയുന്ന സംഭവം നമ്മുടെ പാട്ടുകളിൽ ഓരോ റൗണ്ടുകളിലും കൂടിക്കൊണ്ടേയിരിക്കണം. എന്നാലാണ് നമുക്ക് ഫൈനൽ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ സാധിക്കുള്ളൂ. നല്ല കമൻസ് ഒക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഗായത്രി പറഞ്ഞ ഒരു കമൻറ്റിലാണ് ഞാൻ സ്റ്റക്കായിട്ട് നിൽക്കുന്നത്. ശ്രീകുട്ടി, ഞാൻ സേഫാണ്. സേഫ് ആണോ? അങ്ങനെ പറയാൻ പറ്റുമോ? എന്നാ ഒന്ന് പ്രേക്ഷകരെ നോക്കി ഉറപ്പാണെന്ന് പറഞ്ഞു. ഉറപ്പാണ്. സേഫ് ആണ്. ഞാൻ സേഫാണ്. സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു ജഡ്ജസ്. അപ്പൊ എന്തായാലും സേഫ് ആയിട്ടുണ്ട്. അപ്പൊ അടുത്ത ആഴ്ച പുതിയ റൗണ്ട്. ഓക്കെ, പാട്ടും അടിപൊളിയായിട്ട് പാടണം, നല്ല മാർക്ക് മേടിക്കണം, ഗോൾഡൻ ചൈൽഡിൽ ഇരിക്കും വേണം. എന്തോരം കാര്യങ്ങളാ. പൊക്കോളൂ പോയി പ്രാക്ടീസ് ചെയ്തോളൂ. ജഡ്ജസ്, അങ്ങനെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലൂടെ നമ്മുടെ ഒരു പെർഫോമറിന്റെ പെർഫോമൻസ് കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാന്ന് തോന്നുന്നു. അല്ലേ? തോന്നണ്ട, വിളിക്കണം. എന്നാ പിന്നെ ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് നമ്മുടെ അടുത്ത മത്സരാർത്ഥി വരുന്നത്. അപ്പൊ ഇവർക്ക് പാട്ട് വരുമോ പണി വരുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പൊ അടുത്ത മത്സരാർത്ഥിയെ സ്വാഗതം ചെയ്യാനുള്ള സമയമാണ്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ജോയ്സ്.
ഇന്ന് ഞാൻ ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. കുറച്ച് പാട്ടുകളൊക്കെ കിട്ടിയിട്ടുണ്ട്. എല്ലാം ഒരേപോലെ ഇഷ്ടമുള്ള പാട്ടുകളാണ്. അപ്പോൾ ഏത് കിട്ടിയാലും വലിയ കുഴപ്പമില്ലാതെ ടെൻഷൻ ഇല്ലാതെ പാടാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കുന്നു. നല്ലോണം പെർഫോം ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും കൂടെ ഉണ്ടാവണം. മിന്നി തിളങ്ങിക്കൊണ്ടാണല്ലോ ജോയ്സിന്റെ വരവ്. അതെ, ഇന്നത്തെ പെർഫോമൻസ് ഇതുപോലെ മിന്നി തിളങ്ങും, വെട്ടി തിളങ്ങണം. തിളങ്ങൂലേ? അപ്പൊ എന്തായാലും ജോയ്സ് ഉഷാറല്ലേ? ടെൻഷൻ ഒന്നും ഇല്ലല്ലോ. ജഡ്ജസ് ചോയ്സ് ആണ്. അപ്പൊ അവരുടെ ചോയ്സിന് വേണ്ടി നമുക്ക് ബോക്സ് വരുത്താം അല്ലേ? മാജിക്കൽ ബോക്സ് കൊണ്ടുവരാം. ബോക്സ് പ്ലീസ്. 1 2 3 4 5 5 ബോക്സസ് ഉണ്ട്. ജോയ്സ് തെരഞ്ഞെടുക്കണോ അതോ ജഡ്ജസ് തെരഞ്ഞെടുക്കുന്നോ? അല്ലെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ ജോയിനെ കൊണ്ട് തെരഞ്ഞെടുപ്പിക്കാം. അപ്പോ ഒരു ജോയ്ക്ക് വേണ്ടി അടുത്ത ജോയ് സെലക്ട് ചെയ്തോളൂ. അത് കൊള്ളാലോ. എനിക്കിതൊക്കെ ഇഷ്ടമാണ്. നമ്പർ പറയട്ടെ? പറയൂ. നമ്പർ 5. അപ്പൊ ഇതിൽ ചിലപ്പോ പണിയാകാം, അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഒരു പാട്ടാകാം. ഓക്കെ, പ്ലീസ് ഓപ്പൺ നമ്പർ 5. ഇത് വല്ലാത്ത പണി. അങ്ങനെ നമ്മൾ ചുമ്മാ അങ്ങനെ പാട്ട് പാടാൻ വിടുന്നില്ല, ഒരു ചെറിയ പണി. ഓക്കെ, അപ്പൊ പണി എന്താന്ന് അറിയണം. ചോദിച്ചോളൂ. പണി എന്താണ്? സിമ്പിൾ പണി. 3 ജഡ്ജസ്, ഒരു സ്പെഷ്യൽ ഗസ്റ്റ്, പിന്നെ ഇന്ന് ലീവായിട്ടുള്ള മറ്റൊരു ജഡ്ജ് മധുചേട്ടൻ, പിന്നെ നമ്മുടെ മത്സരാർത്ഥികൾ. ഇത്ര പേര് അനുകരിച്ചാൽ മതി, ബാക്കി ആരും അനുകരിക്കേണ്ട. കണ്ടസ്റ്റൻസ് മത്സരാർത്ഥികളെ തന്നെ അനുകരിച്ചോളൂ. ആരെയാണ് എപ്പോഴും ശ്രദ്ധിക്കുന്ന ആൾക്കാർ? ചെയ്യാറുള്ള ഒരു സംഭവം. ഓക്കെ, ആതിര പീട്ടിയില്ലേ, ആതിര പാടുന്നത് ഞാൻ ഇങ്ങനെ കാണിക്കാറുണ്ട്. ആതിര ഇപ്പൊ പാടുമ്പോ തേരിറങ്ങും മുകിലേ മഴത്തൂകലൊന്നു തരുമോ നോവലിഞ്ഞ മിഴിയിൽ. ഓക്കെ, ഇനി അടുത്ത ആള് പാട്ട് പാടുന്നത്. എന്നാ എല്ലാരും ഒരു പാട്ട് പാടുന്ന ശൈലി അല്ലേ? ജോയ്സ്, ആരൊക്കെ പറ്റുന്ന അവരുടെ? ശ്രുതി ചേച്ചി. കിരീടം വെച്ച് സ്വർണ്ണ ചെയറിൽ ഇരിക്കുവാണ് ശ്രുതി. ശ്രുതി ചേച്ചി ഓക്കെ അല്ലേ? കടവത്ത് തോണിയടുത്തപ്പം പെണ്ണിന്റെ കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം, കവിളത്ത് മഴവില്ലിൻ നിഴലാട്ടം. മഞ്ജരി എങ്ങനെയാ പാടുന്നത്? മഞ്ജരി ചേച്ചി പാടുമ്പോഴേ പ്രത്യേക ഒരു ഗ്രേസാ. അതെങ്ങനെ ഞാൻ കൊണ്ടുവരാ? പാട്ട് പാടുന്ന ഗ്രേസ് അല്ല, ആ റിയാക്ഷൻസ്, എക്സ്പ്രഷൻസ്. അതന്നെ പറഞ്ഞത്, അതിലും ഒരു ഗ്രേസ് അങ്ങനെ അനുകരിക്കാൻ പറ്റുന്നതല്ല, അത് വേറെ ഡയലോഗ്സ് അനുകരിച്ചാ മതി. അതെ. ഇപ്പൊ കമന്റ്സ് പറഞ്ഞത് ജോയ്സ് എന്താ ജോയ്സ് ചക്കരല്ലേ തത്തുമ്പ പോലെ ഉണ്ട്. നന്നായി പാടിട്ടാ, നല്ല നന്നായി പാടി. ചക്കര കുട്ടിയാണ് കേട്ടാ, ഉമ്മ ചക്കര ഉമ്മ. ഇത് ജോയ്സ് ആഗ്രഹിക്കുന്ന കമന്റ് ആണ്. അതെ അതെ. അപ്പൊ എന്തായാലും ഇത്തരത്തിൽ നല്ല കമന്റ്സ് ഈ ഒരു പെർഫോമൻസ് കഴിയുമ്പോൾ മഞ്ജരിയിൽ നിന്ന് തന്നെ കേൾക്കാൻ സാധിക്കട്ടെ. അതെ. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഇനി പാട്ട് ഏതാന്ന് അറിയണ്ടേ? അപ്പൊ ബോക്സ് വീണ്ടും വരട്ടെ. ഇനി ഇപ്പൊ നേരത്തെ സെലക്ട് ചെയ്തത് പണിയായിരുന്നില്ല. ഇനി ഞാനൊന്ന് സെലക്ട് ചെയ്യുന്നു. അപ്പൊ ജോയ്സിന് വേണ്ടി മഞ്ജരി അടുത്ത ബോക്സ് സെലക്ട് ചെയ്യുന്നു. ഡിങ്കിരി ഡിങ്കാലി ഡിങ്കാലി 1. പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 1. അറിയോ ഈ പാട്ടറിയോ? ഇഷ്ടമുള്ള പാട്ടാണ്. ഓക്കെ, അപ്പൊ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. അടിച്ചു വിളിച്ചോളൂ. താങ്ക് യു. ഓക്കെ, ജഡ്ജ്മെന്റ് ഓർമ്മയുണ്ടല്ലോ? ഓർമ്മയുണ്ട്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.
life. A mega final. ജോയ്സ്, എന്തോ എല്ലാ സംഗതികളും കറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ. എല്ലാം ഒന്നും വിട്ടുപോയിട്ടില്ലല്ലോ. എല്ലാം ഇങ്ങനെ കറക്റ്റ് ഇട്ട് കൊടുക്കണ്ടായിരുന്നില്ലേ? അവിടെ എല്ലാം എത്തിയായിരുന്നോ എല്ലാം സംഗതികളൊക്കെ? ഇങ്ങോട്ട് എത്തി. ഇതവിടെ കുറെ വെച്ചിട്ടുണ്ട്. എത്തിയോന്ന് ഉറപ്പ് വരുത്താനായിട്ട് ഓരോ നോട്ടം ഉണ്ടായിരുന്നു സംഗതി ഇട്ട് ഇവിടെ കഴിഞ്ഞിട്ട്. വലിയൊരു ബാസ്ക്കറ്റ് ബാസ്ക്കറ്റ് വെച്ചിട്ടുണ്ട്. സംഗതിയാണ്. കറക്റ്റ് എല്ലാം വീണിട്ടുണ്ടോ നമുക്ക് ചോദിക്കാം. ശരി, അപ്പൊ മഞ്ജരി, ജോയ്സ്, എന്തോ ജോയ്സ് എന്തോ തത്തമ്മയെ പോലെയുണ്ട്. അസലായിരുന്നു. താങ്ക് യു ചേച്ചി. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ട് കൂടിയത്. ആ. അതിന്റെ ഒരു ഫീല് ജോയ്സ് കൊണ്ടുവന്നു. ചക്കരയുമ്മ തത്തയെ പോലെയുണ്ട്. ജോയ്സ് പാടുമ്പോഴത്തേക്ക് ജോയ്സ് ഇതാ ഇങ്ങനെയാണ് എക്സ്പ്രഷൻ മുഴുവൻ. നേരത്തെ ആതിര പീട്ടിനെയാണ് കുറെ കളിയാക്കിയത്. എനിക്ക് തോന്നി ആതിര പീട്ടി അങ്ങ് ഉള്ളിലേക്ക് കേറിയോന്ന്. ജോയ്സ് ഈ ഒരു പാട്ടിനോട് ശരിക്കും നീതി പുലർത്തി എന്ന് തന്നെ ഞാൻ പറയും. കാരണം അസലായിട്ട് പാടി. ചക്കരയുമ്മ, എന്റെ തത്തയ്ക്ക് ചക്കരയുമ്മ. താങ്ക് യു മഞ്ജരി. ഗായത്രി, അസലായി പാടി മോളെ. താങ്ക് യു ചേച്ചി. മോള് പാടുമ്പോൾ എനിക്ക് ആക്ച്വലി രവീന്ദ്ര മാഷെ ഓർമ്മ വന്നത്. കാരണം രവീന്ദ്ര മാഷ് ഇങ്ങനെ ഹാർമോണിയം വായിച്ചിട്ടാണ് പാട്ട് പഠിപ്പിക്കുക. അദ്ദേഹത്തിന് ഈ ഒരു ട്രിബ്യൂട്ട് കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. അപ്പോൾ പെട്ടെന്ന് മാഷെ ഓർമ്മ വന്നു മോള് പാടിയപ്പം. നന്നായി പാടി. എപ്പോഴും മോള് പാടുമ്പോൾ പല്ലവി അനുപല്ലവിയുടെ തുടക്കത്തിലൊരു ഹെസിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ട്. അത് ടോട്ടൽ കൺട്രോൾ വേണം. ഹിറ്റിംഗ് നോട്ട് ഫസ്റ്റ്. അത് വോക്കൽ കോഡിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി നോട്ട്സ് ആ സമയത്ത്. പക്ഷേ ഓവറോൾ വെരി വെരി ഇംപ്രസീവ് ബ്യൂട്ടിഫുൾ പെർഫോമൻസ്. ഓക്കെ, ഗോഡ് ബ്ലെസ്. താങ്ക് യു ചേച്ചി. താങ്ക് യു ഗായത്രി. ജോ, ഒരുപാട് ആസ്വദിച്ചു. താങ്ക് യു. ഞാൻ ഈ ജോയ്സിന്റെ വിശേഷം ചോദിക്കാം. ഓക്കെ. ഓക്കെ, ജോയ്സ് എവിടുന്നാ വരുന്നത്? ഞാൻ തൃശ്ശൂരിൽ നിന്നാ വരുന്നത്. ആണോ? ശ്രീകുട്ടിയും തൃശ്ശൂരിന്നായിരുന്നു. ശ്രീകുട്ടി, ഞാനും തൃശ്ശൂരിന്ന്. ഇവിടെ ഉണ്ട് ഒരാള് തൃശ്ശൂരിൽ. ആ ചേച്ചി, ജോയ്സ്, എന്തോ സ്വീറ്റി, എന്തോ എപ്പോഴും ഇങ്ങനെ കലപില 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 എന്ന് സംസാരിക്കുന്ന ഒരാളാ. എനിക്ക് ഇവിടെ മാത്രമല്ല, ഈ ഫ്ലോറിൽ മാത്രമല്ല, പുറത്തിറങ്ങിയാലും ജോയ്സിന് ശബ്ദം ഇങ്ങനെ കേൾക്കാൻ പറ്റും. ശബ്ദം കേൾക്കുമ്പോൾ നോക്കുമ്പോൾ അവിടെ നിന്നുണ്ടാവും ഹലോ. ആകെ ഒരു പ്രാവശ്യം മാത്രമാണ് ജോയ്സ് കുറച്ച് ഡള്ളായിട്ട് ഒരു മൂഡിയായിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഒരു പ്രാവശ്യം മാത്രം. അന്ന് ഡേഞ്ചർ സോണിൽ പോവുകയും ചെയ്തു. അതെ. പിന്നെ അത് പാടില്ല എന്ന് നമ്മളൊക്കെ കൂടെ ഒരു ഉറച്ച തീരുമാനം എടുക്കായിരുന്നു. അതിൽ ആ ഉറച്ച തീരുമാനം ജോയ്സ് മുമ്പോട്ട് കൊണ്ടുപോകുന്നതിൽ ഐ എം റിയലി റിയലി ഹാപ്പി. ഇപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആണ്. അതെ, ആ ഒരു ധൈര്യം എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. ആഫ്റ്റർ ദാറ്റ്, അന്നത്തെ ഒരു ഡേഞ്ചർ സോണിന് ശേഷം രസമായിട്ട് പാടി നല്ല 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 മനോഹരമായിട്ടുള്ള ഗാനം ഹൃദയം തുറന്ന് പാടാണെന്ന് ചെയ്ത ജോയ്സ്. ഓക്കെ, താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു Thank you. താങ്ക് യു. ജോയ്സ്, നല്ല കമന്റ്സ് ഒക്കെയാണ് കിട്ടിയിരിക്കുന്നത്. നമ്മൾ നേരത്തെ മഞ്ജരി അനുകരിച്ചപ്പോ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ മഞ്ജരി എടുത്തു പറഞ്ഞു അല്ലേ? തത്തമ്മയെ പോലെ ഇരിക്കുന്നു. പക്ഷെ പാട്ടിനെ കുറിച്ചുള്ള അധികം കാര്യങ്ങളൊന്നും സംസാരിച്ചില്ല നമ്മള്, അല്ലേ? ഇല്ല. സേഫ് ആയിരിക്കോ? ആ, സേഫ് ആയിരിക്കും. നമുക്ക് ഉറപ്പിച്ച് Safe പറയാൻ ആയിരിക്കും. പറ്റും? നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുമോ ജോയ്സ്? പറയും. അതെങ്ങനെ പറയാൻ പറ്റും? ജോയ്സ് ഈ ജഡ്ജസ് ചോയ്സ് റൗണ്ടിൽ പെർഫോം ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ജോയ്സ് സേഫ് ആണോ അല്ലയോ എന്ന് അറിയാനുള്ള സമയമാണ്. പറയട്ടെ? പറഞ്ഞോ. ജോയ്സ്, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. അപ്പൊ എന്തായാലും നേരത്തെ ആശേഷി പറഞ്ഞ പോലെ ഒരു വമ്പൻ തിരിച്ചുവരവാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ആ ഡേഞ്ചർ സോണിൽ എത്തിയ ജോയ്സിൽ നിന്ന് ഓരോ റൗണ്ട് കഴിയും തോറും മുന്നേറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഈ ഒരു മുന്നേറ്റം ഫൈനൽ വരെ എത്തട്ടെ. അതെ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Thank you. ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ജഡ്ജസ്, എനിക്കൊരു ചെറിയ ചാറ്റിനുള്ള സമയം ഉണ്ടാകുമോ? പിന്നെ ജോയോടാണ് ചോദ്യം. ജനറൽ നോളജ് ആണോ? അല്ലല്ലല്ല, ഡേഞ്ചർ സോൺ ആണോ ചോദിക്കണം? അതെ, കാഷ്വൽ. അത് ഡേനിന്റെ അടുത്ത് പ്രതീക്ഷിക്കണ്ടല്ലോ. ജീവിതത്തിൽ നിന്ന് വലിച്ചു കീറിയെടുക്കുന്ന ചില ഏതാനും ഏഡുകൾ, അത്രേ ഉള്ളൂ. കീറി എടുക്കുന്ന. ഓക്കെ, ചോദിക്കട്ടെ? ചോദിക്കൂ. ഇപ്പൊ നേരത്തെ ജഡ്ജ്മെന്റിന് നേരത്ത് ജോ പറഞ്ഞിരുന്നല്ലോ, ഈ നമ്മൾ കുട്ടികളായിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പെർഫോം ചെയ്യുമ്പോൾ നമ്മുടെ പാരന്റ്സ് അടുത്തുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ലൈവായിട്ടുള്ള പെർഫോമൻസിലൊക്കെ നടക്കുമ്പോൾ നമ്മുടെ പാരന്റ്സ് നമ്മുടെ ഓപ്പോസിറ്റോ അല്ലെങ്കിൽ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ നമുക്കൊരു പ്രത്യേക ഒരു കോൺഫിഡൻസും ധൈര്യമൊക്കെ കിട്ടും. അതെ. അപ്പോ വളരെ ചെറുപ്പത്തിലാണ് ബിഗ് സ്ക്രീനിലേക്ക് വരുന്നത്, ക്യാമറയുടെ മുമ്പിൽ എത്തുന്നത്. അപ്പൊ ആ ഒരു പ്രായത്തില് നമുക്ക് എത്രത്തോളം ചിന്തിക്കാൻ പറ്റുമെന്ന് പോലും നമുക്ക് അറിയാൻ പറ്റില്ല. അപ്പോ എത്രാം വയസ്സിലായിരുന്നു കറക്റ്റ്? ഞാന്
5 വയസ്സിൽ. 5 വയസ്സിലാണ് വടക്കം വീരഗാഥ എന്ന് പറയുന്ന എപ്പിക് മൂവിയിൽ അഭിനയിക്കുന്നത്. അതെ. അപ്പൊ ആ ഒരു ചരിത്ര സിനിമയിൽ അഭിനയിക്കുമ്പോ എന്തായിരുന്നു ആ സമയത്ത് പാരന്റ്സ് കൂടെ തന്നെ നിന്ന് ഇങ്ങനെ ചെയ്യുക അങ്ങനെ ചെയ്യുക എന്നൊക്കെയായിരുന്നു, അതോ ഡയറക്ടർ തന്നെയായിരുന്നു ഫുള്ള് ഡയറക്ടർ കേട്ടത് അങ്ങനെ തന്നെ ഡയറക്ടർ ആ ഒരു സ്ഥാനത്ത് ഹരിഹരൻ സാർ അല്ലാതെ വേറെ ആർക്കും ഒന്നിനും ഒരു സ്ഥാനമില്ല. ഹരിഹരൻ സാർ എന്ത് പറയുന്നു അത് ചെയ്യുന്നു. എന്നാലും കുട്ടികൾ എന്ന നിലയിൽ നമുക്ക് ചില വാശികൾ, കരച്ചൽ നമുക്ക് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് അത്ര ഓർമ്മയില്ല. പക്ഷെ സാർ പിന്നെ ജാനകിക്കുട്ടി അഭിനയിച്ചപ്പോ പറയുന്നുണ്ടായിരുന്നു ഭയങ്കര ഒരു കെയർ ഫ്രീ ആയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ. ഒന്നാമത് ആ ഒരു ഏജില് ഹരിഹരൻ സാർ ആരാണെന്നോ, സാറ് എത്ര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇത്ര വലിയൊരു ഡയറക്ടർ ആണെന്നോ, MT സാർ ആരായിരുന്നോ അങ്ങനെയുള്ള ഒരു നമുക്കൊരു ബോധം ഉണ്ടായിരുന്നില്ല. നമ്മൾ ഭയങ്കര കൂളായിരുന്നു. സാറ് പറയായിരുന്നു ഞാൻ എല്ലാവരുമായിട്ട് വഴക്കിടുമായിരുന്നു എന്ന്. അവിടെയുള്ള എന്റെ കൂടെ അഭിനയിച്ച വിനീത്, അങ്ങനെ എല്ലാവരുമായിട്ട് അതെ അതെ എല്ലാവരുമായിട്ട് വഴക്കിടായിരുന്നു എന്ന് പറഞ്ഞു. പിന്നെ വിനീത് പിന്നെ കാണുമ്പോ പറയുന്നത് എന്നെ ഭയങ്കര പേടിയായിരുന്നു, കാരണം ഞാൻ ഭയങ്കര ടെററായിരുന്നു. പിന്നെ വിനീത് പറയായിരുന്നു അതിനകത്ത് ആ താലി കെട്ടുന്ന ഒരു സംഭവം. അപ്പൊ വിനീതിന് പേടിയായിരുന്നു ഇനി ഭാവിയിൽ എങ്ങാനും ഇത് കെട്ടിയതുകൊണ്ട് ശരിക്കും അവൾ എന്നെ കഴുത്തിൽ കുരുങ്ങുമോ എന്നൊക്കെ ഉള്ള ഒരു പേടി ഉണ്ടായിരുന്നു. വിനീത് വന്ന ചെറുതല്ലേ? വിനീതൻ ചെറുതായിരുന്നു, എന്നെക്കാളും ചിലപ്പോ ഒരു 1-2 വയസ്സ്. ആ സിനിമയിലെ ആ ഒരു ചെറിയൊരു ഫോട്ടോ കണ്ടാലോ, എങ്ങനെയാണ് വിനീതേട്ടനും ജോയും എങ്ങനെ ഇരുന്നു എന്ന് നമുക്കൊന്ന് കാണാം. ഓക്കെ. കണ്ടോ എന്റെ കണ്ണ് കണ്ടോ, ഫുഡിലോട്ട് തന്നെയാണ് കണ്ടോ വിനീത് പാവം. ആ ഫോട്ടോ കാണുമ്പോ തന്നെ അറിയാലോ. അതെ, അപ്പൊ കറക്റ്റ് സ്ഥലത്ത് എത്തിയിരിക്കുന്നത്. ആ ഇരിപ്പിലുണ്ട് രണ്ടും കൽപ്പിച്ചിരിക്കുന്ന ഒരു ഭക്ഷണത്തിനോടാണ് ഇഷ്ടം. കറക്റ്റ് സ്ഥലത്താണ് വന്നിരിക്കുന്നത്. അടി മുഴുവൻ ഭക്ഷണമാണ് കുറച്ചേരം. ഓക്കെ. അതിലുള്ളത് വല്ല വായിലിട്ടിട്ടുണ്ടോ? ഉണ്ടല്ലോ, പഴം വായിലിട്ടിട്ടുണ്ട്. അത് എവിടെയോ വായിൽ കുടുങ്ങിയിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്യുന്ന പോലെ ഒരു ഫീലാണ് എനിക്ക് തോന്നുന്നത്. വിനീതനെ മോൻ കണ്ട എന്തൊരു പാവായിട്ടായിരിക്കണം. ശരിക്കും വിനീത് അന്നും ഇന്നും വളരെ പാവാണ്, വളരെ പാവം കുട്ടിയാണ്. താങ്ക് യു. അപ്പൊ ഇനിയും ഇതേപോലെ ജീവിതത്തിലെ ഏതാനും ഏടുകൾ വലിച്ചു കീറിയ ഏതാനും ഏടുകൾ എന്തൊക്കെയാ പറയുന്നത്, അതുമായിട്ട് ഞാൻ വീണ്ടും വരാം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിച്ചാലോ? ആശേഷി വിളിക്കൂ. ഓക്കെ. അപ്പൊ ഓൾഡ് ഈസ് ഗോൾഡിൽ അടുത്ത മത്സരാർത്ഥി ഇവിടെ മത്സരിക്കാൻ വരികയാണ്. നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം അമൃത ജയകുമാർ. ഇന്ന് ഞാൻ പെർഫോം ചെയ്യാൻ പോകുന്നത് ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടിലാണ്. ഇതിലേക്ക് ഞാൻ സെലക്ട് ചെയ്തിരിക്കുന്ന സോങ് ഉദയഗിരി കോട്ടയിലെ എന്ന് തുടങ്ങുന്ന സോങ് ആണ്. നന്നായിട്ട് പെർഫോം ചെയ്യാൻ സാധിക്കുമെന്ന് കരുതുന്നു. അപ്പോൾ ഇനി നമുക്ക് സ്റ്റേജിൽ കാണാം. ഇതാരിത്? ഓൾഡ് ഈസ് ഗോൾഡ്. അത് മനസ്സിലായി. അതെ. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താണ് ഇത്? നിങ്ങൾ തന്നെ ഡിസൈൻ ചെയ്യുന്നതാണോ? ആരോ ഡിസൈൻ ചെയ്തോ, ഞാൻ വാങ്ങി. അപ്പൊ എന്തായാലും ഓൾ ദി ബെസ്റ്റ്. ഓൾഡ് ഈസ് ഗോൾഡിലാണ് പെർഫോം ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഗോൾഡൻ ബസർ. ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. ചന്ദ്രലേഖേ
അമൃത ഹലോ, എങ്ങനെ നന്നായി പാടിയോ? കുഴപ്പമില്ല. പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല ജഡ്ജ്മെന്റിന്റെ സമയത്ത്? ഇല്ലല്ലോ. ഇല്ലായിരിക്കും. നമുക്ക് ചോദിച്ചു നോക്കാം. ഓക്കെ, ആരോട് ആദ്യം ചോദിക്കണം? ഇന്ന് അമൃതയ്ക്ക് വിട്ടെന്നിരിക്കുകയാണ്. എനിക്ക് നമ്മുടെ അതിഥി ആയാലോ? ആവാം. നമ്മുടെ ഇന്നത്തെ സ്പെഷ്യൽ ഗസ്റ്റ് ജോ. അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. എനിക്കതൊരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു. നല്ല രസമായിട്ട് പാടി. ആൻഡ് ചോയ്സ് ഓഫ് സോങ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഡാൻസേഴ്സും. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ആ ചേച്ചി നല്ല ഭംഗിയുള്ള വേഷം, അതന്നെ ആദ്യം പറയട്ടെ. ഓൾഡ് ഈസ് ഗോൾഡ്, നമ്മുടെ പഴയ പാട്ടുകളുടെ സുഖം പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഗംഭീര സെലക്ഷനാണ്. ഇതും വളരെ വളരെ നന്നായിരുന്നു. രസമായിട്ട് പാടി. ഓൾ ദി ബെസ്റ്റ് ചക്കരെ. താങ്ക് യു താങ്ക് യു ചേച്ചി. ചേച്ചി. മഞ്ജരി അമൃത ചേച്ചി അസലായിട്ട് പാടി. താങ്ക് യു. എനിക്ക് ഒത്തിരി ഇഷ്ടമായി അമൃത പാടിയത്. ഇതിൽ ചെറിയ കണ്ടുപിടിക്കണമെങ്കിൽ 2-3 കാര്യങ്ങളേ ഉള്ളൂ. എൻഡിങ് നോട്ട്സ് കുറച്ച് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഫിനിഷിംഗ് ഇല്ലേ, അതൊന്ന് ശ്രദ്ധിക്കണം അമൃത. അതല്ലാതെ അസലായിട്ട് പാടി. വെരി നൈസ്. താങ്ക് യു ചേച്ചി. ആകെ ഈ ശ്രുതി എന്താ പറയാ, ഫുൾ ലയിച്ചു വരുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ, അത് കിട്ടാതെ മാതിരിയാണ് പല സ്ഥലങ്ങളിലും പോയത്. പക്ഷെ അതല്ലാണ്ട് സംഗതികളും എല്ലാം വളരെ മനോഹരമായിരുന്നു. വെരി ഗുഡ്. താങ്ക് യു ചേച്ചി. താങ്ക് യു. താങ്ക് യു ഗായത്രി. ഇതേതാ രാഗം എന്ന് പറയാമോ? ഇത് വലജി രാഗമല്ലേ? അതെ അതെ. അല്ലേ? എന്താണ് അമൃത ഡെയിന് ആളറിഞ്ഞ് സംസാരിക്കും മഞ്ജരി. ഞാൻ പറഞ്ഞിട്ടില്ലേ പല എപ്പിസോഡുകളായി പറഞ്ഞോണ്ടിരിക്കുവല്ലേ. ഡെയിന് എല്ലാം അറിയാന്നല്ലേ പറഞ്ഞു. അറിയാം, അതുകൊണ്ടാ ഞാൻ ക്ലാരിഫൈ ചെയ്തത്. ചോദ്യം ഇവിടെയായിരുന്നു. ഉത്തരം വന്നില്ലേ? അതെ, ഇനിയിപ്പോ next question. രക്ഷപ്പെട്ടു. നമുക്ക് ആ റൂട്ടിൽ ഒരു പാട്ട് പിടിച്ചാലോ? പിടിക്കാം. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ഈ പൂവിളിയിൽ മോഹം പൊന്നിൻ മുത്തായി മാറ്റും പൂവയലിൽ നീ വരൂ ഭാഗം വാങ്ങാൻ. പൂവിളി പൂവിളി പൊന്നോണമായി നീ വരൂ പൊന്നോണത്തുമ്പി. ആഹാ, കലകി. വളരെ പ്രശസ്തമായ ഒരു പാട്ട്. ഓക്കെ. പണ്ട് ജഗതി ചേട്ടൻ അതിന്റെ ഒരു കോമഡി ചെയ്തിരുന്നു, ആ ലിറിക്സ് മാറ്റിയിട്ട്. ഓക്കെ. ഏതാ അറിയോ? ദേവി ശ്രീദേവി തേടി വരുന്നു ഞാൻ നിൻ ദേവാലയവാതിൽ തേടി വരുന്നു ഞാൻ. പാട്ട് ചെയ്തായിരുന്നു. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. രാമ ശ്രീരാമ തേടി വരുന്നു ഞാൻ നീ പോകും വഴിയെല്ലാം ഈ സീത വരും കൂടെ. ആഹാ. എത്ര പാട്ടുകള്. അതെ, അപ്പോ നമ്മുടെ മത്സരാർത്ഥികൾ നന്നായി പാട്ട് പാടിയാൽ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഇതേപോലെ നല്ല പാട്ടുകൾ വന്നുകൊണ്ടേയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. പക്ഷെ രാഗം ഡെയിൻ പറയണം. രാഗം ഞാൻ പറയാം. അതെ, അത്രേ ഉള്ളൂ. രാഗം എല്ലാം മുകളിലിരിക്കുന്നതിന്റെ കലാശം. ശരി, അപ്പൊ എന്തായാലും നമ്മുടെ 4 ജഡ്ജസിനെയും ജഡ്ജ്മെന്റ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ അറിയാൻ പോകുന്നത് സേഫ് ആണോ റിസൾട്ട്. അതിലൂടെ നമുക്കറിയാം സേഫ് ആണോ ഡേഞ്ചർ സോണിലാണോ എന്നൊക്കെ. ഡേഞ്ചർ സോണിൽ എത്തിയിട്ടുണ്ട് അല്ലേ മുമ്പ്? പിന്നെ എത്തിയിട്ടുണ്ട്. ഇപ്പോഴത്തെ പെർഫോമൻസും ജഡ്ജ്മെന്റും ഒക്കെ കേട്ടിട്ട് നമ്മൾ സേഫ് ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്ലേ? പ്രതീക്ഷയുണ്ട്. റിസൾട്ട് കുറച്ച് സീരിയസ് ആണ്. നമ്മൾ എന്ത് വന്നാലും നേരിടും. ഇപ്പോൾ നേരത്തെ ജോ ഇതിനു മുമ്പ് മത്സരാർത്ഥികളൊക്കെ വന്നപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാവരിലും ഒരു കോൺഫിഡൻസ് ഉണ്ട്. എല്ലാവരും ഈ ഒരു വേദിയിലൊന്ന് മത്സരിക്കുമ്പോൾ അല്ലെങ്കിൽ പെർഫോം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതൊരു റിയാലിറ്റി ഷോ ആണെന്നോ അല്ലെങ്കിൽ ആ ഒരു അങ്കലാപ്പോ ടെൻഷനൊന്നും ഇല്ലാതെയാണ് പാടുന്നതെന്ന്. അപ്പം അത് നല്ല കാര്യമാണ്. ഇങ്ങനെ തന്നെ ആ ഒരു കോൺഫിഡൻസ് നിലനിർത്തുക. റിസൾട്ട് പറയട്ടെ. അമൃത ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിലാണ് പെർഫോം ചെയ്യുന്നത്. ആ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിൽ അമൃതയുടെ റിസൾട്ട് എന്ന് പറയുന്നത് യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ്. അപ്പൊ അമൃത നമ്മൾ ഈ ഒരു വീക്കും താണ്ടി അടുത്ത ആഴ്ചയിലോട്ട് കടന്നിരിക്കുവാണ്. അപ്പൊ എന്തായാലും അടുത്ത ആഴ്ച പുതിയ റൗണ്ടുകൾ
അല്ലേ? അപ്പൊ അടിച്ചു പൊളിക്കണം. കടക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത മത്സരാർത്ഥി വിളിക്കാം അല്ലേ ജോ? ഇനി അടുത്ത മത്സരാർത്ഥി വരുന്നത് ജഡ്ജസ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രുതി എസ് ബാബു. ഞാനിന്ന് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നന്നായിട്ട് പാടാൻ പറ്റി. 5ാമത്തെ തവണ എനിക്ക് ഗോൾഡൻ ബസർ കിട്ടി. അതേപോലെ ആദ്യമായിട്ട് ഗോൾഡൻ ചെയറിൽ ഇരിക്കാൻ സാധിച്ചു. അതുകൊണ്ട് ഇത്തവണ സേഫാണ്. എന്നാലും പാട്ടിൻ്റെ 100% കൊടുക്കാൻ പറ്റണേ എന്നുള്ള ഒരു പ്രാർത്ഥന മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് പാട്ടുകൾ പഠിച്ചിട്ടുണ്ട്. ഏത് പാട്ടാണ് കിട്ടുക എന്നുള്ളത് അറിയില്ല. അത് സ്റ്റേജിൽ കാണാം. musical vibe. Mega finally. ശ്രുതി, ഹായ്. കഴിഞ്ഞ പ്രാവശ്യം ഗോൾഡൻ ബസർ നേടി, ഗോൾഡൻ ചെയർ നേടിയെടുത്ത ആളാണ്. അതെ. ഈ പ്രാവശ്യം അത് നിലനിർത്താൻ വേണ്ടിയിട്ട് രണ്ടും കൽപ്പിച്ച് വന്നിരിക്കുന്നത്. അത് നിലനിർത്തണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹമുണ്ട്. എന്തായാലും ജഡ്ജസ് ചോയ്സ് ആണ്. അതെ. അപ്പൊ നമുക്ക് ജഡ്ജസിന്റെ ഒരു ചോയ്സ് അറിയണം. അതെ. അപ്പോ റെഡി ആണല്ലോ? റെഡിയാണ്. അപ്പൊ ബോക്സുകളൊക്കെ വരട്ടെ അല്ലേ? ബോക്സസ് പ്ലീസ്. 1 2 3 4 5 5 ബോക്സ് വന്നിട്ടുണ്ട്. ശ്രുതിക്ക് സെലക്ട് ചെയ്യണോ അതോ ജഡ്ജസ് സെലക്ട് ചെയ്താൽ മതിയോ? അല്ല, അവര് സെലക്ട് ചെയ്തോട്ടെ. അവര് മതി. ഓക്കെ, ആര് വേണം? അങ്ങനെ ചോദിച്ചാൽ എനിക്ക് 4 പേരെ ഇഷ്ടമാണ്. ആ, എന്നാ ജോ ആവട്ടെ അല്ലേ? അപ്പൊ ജോ ഒരു ബോക്സ് സെലക്ട് ചെയ്തോളൂ. നമ്പർ 4. നമ്പർ 4. ഓക്കെ, പ്ലീസ് ഓപ്പൺ ബോക്സ് നമ്പർ 4. ഏതോ നിദ്രതൻ. ആഹാ, ഗംഭീര. അപ്പൊ എന്തായാലും പണിയൊന്നും കിട്ടിയിട്ടില്ല, പാട്ടാണ് കിട്ടിയിട്ടുള്ളത്. അപ്പൊ നന്നായി പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഓൾ ദി ബെസ്റ്റ്, അടിച്ചു പൊളിക്കുക. ഓക്കെ. ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നെന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ തഴുകിയ കാറ്റിനോടന്നു നിൻ ഉള്ളം തുറന്നുവെന്നോ അരുമയാം ആമോഹ പൊൻതൂവലൊക്കെയും പ്രണയനിലാവായി പൊഴിഞ്ഞുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ നിദ്രതൻ പൊന്മയിൽ പീലിയിൽ
വാക്കുകളൊക്കെയും അനുരാഗദൂതുമായി പറന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല ഏതോ മിത്ര തൻ പൊന്മയിൽ പീലിയിൽ 7 വർണ്ണങ്ങളും നീർത്തി തളിരിലത്തുമ്പിൽ നിന്നുതീരും മഴയുടെ ഏകാന്ത സംഗീതമായി മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നുവെന്നോ എന്തേ ഞാനറിഞ്ഞില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. Wow, wow, musical vibe. Mega finally. ശ്രുതി, കഴിഞ്ഞ വീക്കിലെ ഗോൾഡൻ ചെയർ നേടിയെടുത്ത ആളാണ്. ഈ പ്രാവശ്യം നമുക്ക് ഗോൾഡൻ മെസ്റ്റർ നേടാൻ പറ്റിയില്ല അല്ലേ? കുഴപ്പമില്ല, എങ്കിലും നമുക്ക് ജഡ്ജ്മെന്റ് ഒക്കെ കേൾക്കാം. എന്തായാലും ഈ ഒരാഴ്ച സേഫ് ആണ്. വീട്ടിൽ നിന്ന് ആരൊക്കെ വന്നിട്ടുണ്ട്? എന്റെ ഹസ്ബൻഡ് വന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷം അദ്ദേഹം ഇവിടെ എത്തിയിരിക്കുകയാണ്. ചെയർ കിട്ടിയപ്പോ നേരിട്ട് കാണാൻ എത്തിയിരിക്കുകയാണ്. അതെ അണ്ണാ, വണക്കം. എപ്പിടി ഇരുന്ന സോങ്? നല്ല പാടുന്നു. നല്ല പാടി. മലയാളം പാട്ട് പാടുന്നതാണോ തമിഴ് പാട്ട് പാടുന്നതാണോ ഇഷ്ടം ശ്രുതി പാടുന്നതിൽ? അങ്ങനെ ഒന്നും പ്രത്യേകമൊന്നുമില്ല. ഓള് പ്രാക്ടീസ് ചെയ്യുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഇഷ്ടമാണ് പാട്ട്, മലയാള പാട്ട് ഇഷ്ടമാണ്. ഇഷ്ടമാണ്. ആ ഗോൾഡൻ ചെയറിൽ ഇരുന്നപ്പോൾ കാണുമ്പോൾ ഒരു എക്സ്പീരിയൻസ് അഴകായിരുന്നു. அவங்க எங்க உட்காந்து அழகாதான் இருக்கும். ശ്രുതി, അപ്പൊ ഇനി നമുക്ക് പാട്ടിനെ കുറിച്ച് കേട്ടാലോ? കേൾക്കാം. ഓക്കെ, മഞ്ജരി. അസലായിട്ട് പാടി ശ്രുതി. താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഈ ഒരു പാട്ട് നമ്മൾ കേട്ടിരിക്കുന്നത് ദാസേട്ടൻ്റെ ആ ഒരു മാസ്മരികമായ ശബ്ദത്തിലൂടെയാണ്. ശ്രുതി ഈ പാട്ട് ശ്രുതിയുടെ റേഞ്ചിൽ പാടിയെങ്കിലും അതിനൊരു കംപ്ലീറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. പിന്നെ ഇതിൽ ശ്രുതിയായിട്ട് വരുത്തിയ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതെ, അയ്യോ എനിക്ക് ദേഷ്യം വന്നു എന്നോട്. എനിക്ക് അതിലപ്പുറം ദേഷ്യം വന്നു. വീണ്ടും ഒരു ഗോൾഡൻ ചെയർ കിട്ടാനുള്ള ഒരു അവസരമാണ് ശ്രുതി നഷ്ടപ്പെടുത്തിയത്. ഇത്തരത്തിലുള്ള തെറ്റുകൾ വരരുത്. കാരണം നിങ്ങൾക്ക് ഇത്രയും സ്റ്റേജിൽ പാടി പരിചയമുള്ളവരല്ലേ, ഇങ്ങനെ ഒരു പ്രശ്നം വരാൻ പാടില്ലായിരുന്നു. പക്ഷെ അതിനുശേഷം ശ്രുതി 2-3 സ്ഥലത്ത് കുറച്ചൊരു പുറകോട്ട് പോയി. ശ്രുതി കുറച്ച് ഡൗട്ട്ഫുൾ ആയ പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലാസ്റ്റ് പല്ലവി ആയപ്പോഴത്തേക്ക് സൂപ്പറായി. പക്ഷെ ഉഗ്രൻ പാട്ട് സെലക്ഷൻ. താങ്ക് യു ശ്രുതി, ഈ ഒരു പാട്ട് കൊണ്ടുവന്നതിൽ ചക്കരമ്മ. താങ്ക് യു ചേച്ചി. ഗായത്രി. ഞാൻ ശരിക്കും നന്നായി എൻജോയ് ചെയ്തു. അമേസിംഗ് കോമ്പസിഷൻ. യു ഡിഡ് ഗ്രേറ്റ് ജസ്റ്റിസ് ടു ദ കോമ്പസിഷൻ. താങ്ക് യു സോ മച്ച് ചേച്ചി. താങ്ക് യു. ഇനി ജോ. ഈ പാട്ടാണ് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇവിടെ പറയേണ്ടത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള ഒരു പാട്ടാണ്. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സോങ്. ഭയങ്കര രസത്തോടു കൂടി ശ്രുതി പാടി. താങ്ക് യു ചേച്ചി. ഓക്കെ, താങ്ക് യു. ആ ചേച്ചി. എല്ലാവരും പറഞ്ഞതുപോലെ മോളുടെ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മോളുടെ വോയിസ് ആണ്. എനിക്ക് തോന്നുന്നു ഇന്ന് അദ്ദേഹവും കൂടെ ഉള്ളപ്പോൾ കുറച്ചുകൂടി ഒരു റിലാക്സ്ഡ് ആയി പോയതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ ഒന്ന് വിട്ടു പോയിട്ടുണ്ടാവാം. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം മോളെ. ഇന്ന് മോളെ ശരിക്കും പറഞ്ഞാൽ ഭാഗ്യം കടാക്ഷിച്ചതാണ്. ശ്രദ്ധിക്കണം കേട്ടോ. എന്തായാലും സൂപ്പർ സിംഗിങ്. ഓൾ ദി ബെസ്റ്റ്. ഈ ഒരു രാഗം മോഹനം. ഈ രാഗത്തില് നമ്മുടെ ജോ അഭിനയിച്ച പടത്തിലൊരു പാട്ടുണ്ട്, ഒരു വടക്കൻ വീരഗാഥ. സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരോ കാറ്റോ കാമിനിയോ. ചന്ദനലേപ സുഗന്ധം
നൽകി. താങ്ക് യു. ശ്രുതി, എന്തോ നമുക്ക് എന്തായാലും ഗോൾഡൻ ബസ്റ്റർ നേടാൻ സാധിച്ചില്ല. പക്ഷെ നല്ല കമന്റ്സ് ആണ് കിട്ടിയിട്ടുള്ളത്. ഒരു ചെറിയ മിസ്റ്റേക്കിന്റെ പേരിലാണ് നമുക്ക് ഗോൾഡൻ ബസ്റ്റർ ഒക്കെ മിസ്സായെന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും റിസൾട്ട് അറിയാൻ കാത്തിരിക്കണ്ടല്ലോ. കഴിഞ്ഞ ആഴ്ച ഗോൾഡൻ ചെയർ നേടിയെടുത്ത കാരണം ഈ ആഴ്ച സേഫ് ആണ്. പക്ഷെ അടുത്ത ആഴ്ച ഇപ്പൊ നേരത്തെ ആശയിച്ച് പറഞ്ഞ പോലെ ചെറിയ ആ ഒരു സേഫ് എന്ന് പറയുന്ന ഒരു പരിപാടി ഇല്ലായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഡേഞ്ചർ സോണിൽ എത്തിയേനെ കേട്ടോ. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇതൊന്നും പാടില്ല, ചെറിയ പ്രശ്നങ്ങളൊന്നും പാടില്ല. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്. ജഡ്ജസ്, നമുക്കെന്നാ നമ്മുടെ മത്സരം തുടർന്നാലോ? ആരാ വരുന്നത്? ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര വിജയൻ. ഞാൻ ഇന്ന് ഓൾഡീസ് ഗോൾഡ് റൗണ്ടിലാണ് പാടാൻ പോകുന്നത്. തുലാഭാരം എന്ന ചിത്രത്തിൽ സുശീലാമ്മയും ദാസാറും കൂടെ ആലപിച്ച ഒരു താരാട്ട് പാട്ടാണ് പാടുന്നത്. ഇത് കുറച്ച് ഇമോഷണൽ ഫീലിങ്സ് ഒക്കെ ഉള്ളൊരു പാട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇമോഷൻ ഒട്ടും ചോരാതെ പാടണം എന്നാണ് ആഗ്രഹിക്കുന്നത്. ആതിര, ഏത് പാട്ടാണ് ഓൾഡീസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ടിൽ? ഓമന തിങ്കളിൻ ഓണം പിറക്കുമ്പോൾ എന്നുള്ള ഒരു താരാട്ട് പാട്ടാണ്. ശാരദാമ്മയ്ക്ക് നമ്മുടെ മലയാളത്തിലെ ആദ്യത്തെ നാഷണൽ അവാർഡ് നേടിക്കൊടുത്ത തുലാഭാരം എന്ന് പറഞ്ഞ മൂവിയിലെ. ഓക്കെ, അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. ഓമന തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി, വൃശ്ചിക മാസത്തിൽ മാനത്തെ കുഞ്ഞിന് വെള്ളോട്ടു പാത്രത്തിൽ പാൽ കഞ്ഞി, കണ്ണീരുപ്പിട്ട് കാണാത്ത വറ്റിട്ട് കർക്കടകത്തിൽ കരേ കാടി, കർക്കടകത്തിൽ കരേ കാടി. ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ, ഒന്നുറങ്ങൂ. ഓമന തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര്, ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര്, മണ്ണിനോരോ കുമ്പിൽ കണ്ണീര്. വൈശാഖ പൗർണമി തീർത്തു കൊടുത്തത് വെള്ളാരം കല്ലിന്റെ കൊട്ടാരം, വൈശാഖ പൗർണമി തീർത്തു കൊടുത്തത് വെള്ളാരം കല്ലിന്റെ കൊട്ടാരം, കൊട്ടാര കെട്ടിൽ ബലിയിടാൻ വന്നത് കർക്കടകത്തിലമാവാസി, കർക്കടകത്തിലമാവാസി. ഒന്നുറങ്ങൂ ഒന്നുറങ്ങൂ പൊന്നുഷസ് കണി കണ്ടുണരാൻ, ഒന്നുറങ്ങൂ. ഓമന തിങ്കളിനോണം
പനിനീര് ഓണം പിറന്നാലും ഉണ്ണി പിറന്നാലും ഓരോ കുമ്പിൽ കണ്ണീര് മണ്ണിൽ ഓരോ കുമ്പിൽ കണ്ണീര് ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമരക്കുമ്പിളിൽ പനിനീര് താമരക്കുമ്പിളിൽ പനിനീര്. നൈസ് നൈസ് നൈസ്. സൂപ്പർ. Wow, wow, musical vibe. Hey, mega finally. അതിലാ ദേ, ഇമോഷണൽ ആയോ പാട്ട് പാടിയപ്പോ? കുറച്ച് കുറച്ച്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ഗായത്രി, വളരെ നന്നായി പാടി. താങ്ക് യു. സുശീലാമ്മയുടെ ഒരു ഓപ്പൺനെസ് ഉണ്ട് വോയിസിന്റെ. അപ്പൊ മോൾ അത് ട്രൈ ചെയ്തിട്ടുണ്ട്. എസ്പെഷ്യലി പല്ലവി കുറച്ചൊരു ഷെയ്ക്കി ആയിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു സെക്കൻഡ് പല്ലവി ആയപ്പോഴാണ് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് വന്നത്. പല സ്ഥലങ്ങളിലും ബ്രെത്ത് കുറച്ചൊരു പ്രശ്നങ്ങൾ വന്ന മാതിരി. അപ്പൊ അതൊന്ന് നമ്മൾ കുറച്ചുകൂടി ഒന്ന് റിഫൈൻഡ് ആയിട്ട് പാടാനായിട്ട് ശ്രമിക്കാം. അത് നന്നായി പാടി. താങ്ക് യു ഗായത്രി. മഞ്ജരി, അസലായി പാടി. താങ്ക് യു. എനിക്കിതിൽ തോന്നിയ കുറച്ച് കാര്യങ്ങൾ, ശ്വാസം വല്ലാണ്ടൊരു തടസ്സം പോലെ തോന്നി. ചില സ്ഥലത്ത് നോട്ട്സ് ഒന്ന് ഫ്ലാറ്റ് ആവുന്നുണ്ട്. ഇന്നത്തെ ആതിര ആ ആതിരയല്ല. സാധാരണ ആതിര സുശീലാമ്മയുടെ പാട്ടുകൾ കൊണ്ടുവരുമ്പം അത് ആട്ടിച്ച് കസറിട്ട് പോകും. അതിലൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. ഇന്ന് ആ ശരിക്കുള്ള ആതിരയുടെ ആ ഒരു സുശീലാമ്മയുടെ ഒരു സ്റ്റൈലുണ്ടല്ലോ, അത് അങ്ങോട്ട് ഫുള്ളായിട്ട് വന്നില്ല എന്ന് എനിക്ക് തോന്നി. കുറച്ചൊരു വെപ്രാളുണ്ടായിരുന്നു ത്രൂ ഔട്ട്. അതിൻ്റെ ഒന്ന് ശ്രദ്ധിക്കാം. അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ. ജോ, നന്നായിട്ട് പാടി. താങ്ക് യു. ഞാൻ ഇവരുടെ അടുത്ത് പറയായിരുന്നു, നമുക്ക് താരാട്ട് പാട്ട് കേട്ട് ഇങ്ങനെ ലയിച്ച് ഉറങ്ങാൻ പറ്റുന്ന ഒരു ഫീലായിരുന്നു. അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു. ആ ചേച്ചി, ഈ പാട്ട് കേൾക്കുമ്പോഴേ നമുക്കൊരു താരാട്ടിലുപരി ഒരു പെയിൻഫുൾ താരാട്ടാണ്. അതെ അതെ. എനിക്കോട് മോള് പാടിയപ്പോഴും അത് ഫീൽ ചെയ്തെന്ന് തോന്നുന്നുണ്ട്. അതാണ് പല സമയത്തും ആ ഒരു ഇമോഷണലായതല്ലേ? അതെ, കുറച്ച് ഇമോഷണൽ ആയിരുന്നു. കേൾക്കുമ്പോൾ ആ പാട്ടിന്റെ സിറ്റുവേഷൻസ് ഓർമ്മ വരെ, ആ ഇമോഷൻസ് നമ്മളൂടെ അനുഭവിക്കുകയാണ് കേട്ടോ. അപ്പൊ തന്നെ യു ആർ ദ വിന്നർ. താങ്ക് യു ചേച്ചി. Congrats മോളെ. താങ്ക് യു സോ മച്ച്. ഇതിപ്പോ ചേച്ചി പറഞ്ഞ പോലെ ഭയങ്കര ഒരു പെയിൻഫുൾ താരാട്ട് പോലെയല്ലേ? ഇതേ റൂട്ടില് പെയിൻഫുൾ പ്രണയമുണ്ട്. ഓമനത്തിങ്കളിനോണം പിറക്കുമ്പോൾ താമര കുമ്പിളിൽ പനിനീര് ജബ് പ്യാർ കിയാ തോ ഡർനാ ക്യാ ജബ് പ്യാർ കിയാ തോ ഡർനാ ക്യാ प्यार किया कोई चोरी नहीं की प्यार किया कोई चोरी नहीं की छुप छुप आहें भरना क्या जब प्यार किया तो डरना क्या जब प्यार किया तो डरना क्या प्यार किया कोई चोरी नहीं की प्यार किया किया तो डरना क्या जब प्यार किया तो डरना क्या. ആഹാ, അതായത് ഈ ഒരു റൂട്ടിൽ രണ്ട് തരത്തിലുള്ള പാട്ടുകളാണ് വന്നിരിക്കുന്നത്. അതാണ് ഒരു ജീനിയസ് അതെ ക്രിയേറ്റേഴ്സിന്റെ. അതിലാ ഇപ്പോ ജഡ്ജ്മെന്റ് ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ്. ഇനി റിസൾട്ടിനുള്ള സമയമാണ്. റിസൾട്ട് പറയാം. എന്ത് തോന്നുന്നു? പ്രശ്നമാണോ? അറിയില്ല. ഈ ഒരു പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ചെറിയ സങ്കടം നമ്മുടെ മനസ്സിൽ വരും. അപ്പൊ ആ ഒരു സങ്കടത്തോട് കൂടിയിട്ടാണ് ആതിര പാടിയത്. റിസൾട്ട് പറയട്ടെ, എന്തായിരിക്കും? അറിയില്ല. ഡെയിൻ പറയൂ. നന്നായി പാടാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നുണ്ട്. ഞാൻ ഹാപ്പിയാണ് ഞാൻ പാടിയതിൽ. ഓക്കെ, പക്ഷേ ആതിര, ഇതൊരു മെഗാ ഫൈനലാണ്, കോമ്പറ്റീഷനാണ്. ഇവിടെ മാർക്കുകൾക്ക് വിലയുണ്ട്. അതുകൊണ്ട് തന്നെ ആതിരയുടെ പെർഫോമൻസിനാണ് നമ്മുടെ ജഡ്ജസ് മാർക്കുകൾ ഇട്ടിട്ടുള്ളത്. ആ മാർക്കുകൾ കൂട്ടി നോക്കുമ്പോൾ
ആതിരയുടെ റിസൾട്ട് എന്ന് പറയുന്നത് യു ആർ ഇൻ ഡേഞ്ചർ സോൺ. പക്ഷെ പേടിക്കണ്ട, നമ്മൾ തിരിച്ചു വരും. അപ്പോൾ എന്തായാലും നമുക്ക് എലിമിനേഷൻ സമയത്ത് ഒരു അവസരം കൂടിയുണ്ട്. അപ്പോൾ നമുക്ക് നന്നായി പാടാൻ പറ്റുന്ന, ഏറ്റവും കോൺഫിഡൻ്റ് ആയിട്ട് പാടാൻ പറ്റുന്ന ഒരു പാട്ട് സെലക്ട് ചെയ്യുക. ഇവിടെ വന്ന് ഞെട്ടിക്കുക, ആ സോഫയിൽ സേഫ് ആയിട്ട് കൂടെ വന്നിരിക്കുക. ഷുവർ. ഓക്കെ, ഓക്കെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ നമ്മുടെ മത്സരങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജഡ്ജസ്, നമുക്കിനി ജഡ്ജസ് ചോയ്സിൽ ഒരു പെർഫോമൻസ് ആയാലോ? ഞങ്ങൾക്കൊരു അവസരം തരൂ. അവസരം തന്നിരിക്കുന്നു. അപ്പൊ അടുത്ത മത്സരാർത്ഥി വരുന്നത് ജഡ്ജസ് ചോയ്സ് എന്ന് പറയുന്ന റൗണ്ടിൽ പെർഫോം ചെയ്യാനാണ്. ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നിഖില. ഇന്ന് ഞാൻ പാടാൻ പോകുന്നത് ജഡ്ജസ് ചോയ്സ് റൗണ്ടിലാണ്. അപ്പോൾ അതിനായിട്ട് കുറച്ച് പാട്ടുകൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. എല്ലാം തന്നെ നല്ല പാട്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. എല്ലാവരും പ്രാർത്ഥിക്കാം. musical vibe. ഉഗ്രൻ തിളക്കം. അതെ. ഐഷ്, ഇത് നല്ല ഭംഗിയുള്ള നമ്മുടെ ഡ്രസ്സ്. ഫ്ലോറിന്റെ ഒരു മാച്ചിങ് ആയിട്ട്. അത് മാത്രല്ല ഡീൻ, ക്രൗണിന്റെ മാച്ചിങ്ങും ഉണ്ട്. അപ്പോ ഗോൾഡൻ പെർഫോമൻസ് നേടാൻ സാധിച്ചാൽ നമുക്ക് ഈ പറയുന്ന ക്രൗണൊക്കെ വെക്കാം. മാച്ചിങ് ആയിട്ടുള്ള കോസ്റ്റ്യൂമാണ്. കഴിഞ്ഞ പ്രാവശ്യം ഓൾഡ് ഈസ് ഗോൾഡില് പെർഫോമൻസ് കഴിഞ്ഞു അല്ലേ? ഗോൾഡൻ ബസർ നേടിയെടുത്ത ആളാണ്. അപ്പോ ഈ ഒരു വീക്കും അത് തുടരുക. ഓക്കെ. അപ്പൊ എന്തായാലും ജഡ്ജസ് ചോയ്സിലാണ് പെർഫോം ചെയ്യാൻ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും ബോക്സുകൾ സെലക്ട് ചെയ്യണ്ടേ? പണിയാണോ പാട്ടാണോ കിട്ടാന്ന് നമുക്ക് നോക്കാം. ഓക്കെ, ബോക്സസ് പ്ലീസ്. 5 ബോക്സുകൾ വന്നിട്ടുണ്ട്. 5 ബോക്സിൽ നിന്ന് നമുക്ക് ജഡ്ജസിനെ കൊണ്ട് സെലക്ട് ചെയ്യിപ്പിക്കാം അല്ലേ ജോ? അപ്പൊ വീണ്ടും ഒരു അവസരം തന്നിരിക്കുകയാണ് ബോക്സ് സെലക്ട് ചെയ്യാനായിട്ട്. സെലക്ട് ചെയ്യട്ടെ? ചെയ്തോളൂ. നമ്പർ 2 പണിയാണോ പാട്ടാണോ എന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തായാലും പണി കിട്ടിയില്ല, പാട്ടാണ്. അപ്പോ അടിപൊളിയായിട്ട് പെർഫോം ചെയ്യുമ്പോൾ പോലെ ഗോൾഡൻ ബസർ, ഗോൾഡൻ ചെയർ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. മരത്തിൽ ചീക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ, മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം കൂട്ടിവച്ചതാരോ, ചീക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ. കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ.
കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ മോഹമുള്ളു കൊണ്ടു നെഞ്ചിൽ ഏറ്റമുറിപ്പാടിനുള്ളിൽ നൊമ്പരങ്ങൾ മാത്രം നീക്കി വച്ചതാരോ അമ്മ മനം തേങ്ങും തുടർക്കഥയോ കൺമണിയെ തേടും കടം കഥയോ ആറ്റിറമ്പിലാൽ മരത്തിൽ ചേക്കൊഴിഞ്ഞ കൂടിനുള്ളിൽ വീണുടഞ്ഞ മോഹം കൂട്ടിവച്ചതാരോ Wow, wow, musical vibe. Hey, mega finally. ഇല്ല, എന്തായാലും ജഡ്ജസ് ചോയ്സ് റൗണ്ട് ആണ് ഇപ്പൊ കഴിഞ്ഞത്. നന്നായി പാടിയോ? കുഴപ്പമില്ലാതെ ജഡ്ജസിന്റെ ചോയ്സ് ആയിരുന്നു അത്. നല്ല ചോയ്സ് ആയിരുന്നു. അതെ, എനിക്ക് നല്ല ചോയ്സ് ആയിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട പാട്ടാണ് ജഡ്ജസിന്റെ ചോയ്സ് ആയിട്ട് വന്നത്. അപ്പൊ എന്തായാലും പാട്ടിനെ കുറിച്ച് വിശദമായിട്ട് നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. മഞ്ജരി, നിഖില അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ഇഷ്ടപ്പെട്ടു. എനിക്ക് നല്ല ഫീൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നിഖിലയുടെ വോയിസിന് തന്നെ അങ്ങനത്തെ ഒരു നൊമ്പരം ഉള്ളൊരു വോയിസാണ്. എനിക്കൊന്ന് ലാസ്റ്റിലേക്ക് എത്തിയപ്പോഴത്തേക്ക് നിഖില കുറച്ചൊന്ന് ഷാർപ്പാവുന്നുണ്ട്. വളരെ പെട്ടെന്ന് എവിടെയെങ്കിലും ശ്രുതി ഷാർപ്പ് പോയി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് പിടികിട്ടും. ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ആ ഒരു ചേരായിക വന്നിരുന്നു. അത് നിഖില കുറച്ചുകൂടി ഒന്ന് ആഞ്ഞു പിടിച്ചാൽ ശരിയാക്കാവുന്നതേ ഉള്ളൂ. ഫീൽ അസാധ്യ ഫീലായിരുന്നു. താങ്ക് യു മഞ്ജരി. ഗായത്രി, വളരെ വളരെ മനോഹരമായിട്ട് പാടി. മോളുടെ സിംഗിങ്ങിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് നല്ല തുറന്ന വോയിസാണ് മോളുടെ. നേരത്തെ പറഞ്ഞ മാതിരി കട്ട് ത്രൂ ആയിട്ടുള്ളൊരു വോയിസാണ്. അപ്പം അതൊരു വലിയൊരു അഡ്വാൻറ്റേജ് ആണ്, എസ്പെഷ്യലി സ്റ്റേജ് സിംഗിങ്ങിന് വേണ്ടിയിട്ട്. പ്രൊനൗൺസിയേഷൻ കുറച്ചുകൂടി ഓപ്പൺ ആക്കാം. ഓക്കെ, നന്നായി പാടി. താങ്ക് യു ഗായത്രി. ജോ, അസലായിട്ട് പാടി കേട്ടോ. താങ്ക് യു ചേച്ചി. എനിക്ക് നിഖില പാടിയപ്പോൾ എനിക്ക് ആ മൂവിയുടെ വിഷ്വൽ, വാണി ചേച്ചി, മുകേഷ് ഏട്ടൻ, ഇവരൊക്കെയുള്ള ആ ഒരു വിഷ്വൽ മാത്രമായിരുന്നു എൻ്റെ മനസ്സിലേക്ക് വന്നത്. ഇറ്റ് വാസ് സോ 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 ബ്യൂട്ടിഫുൾ. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടായിരുന്നു. ആൻഡ് ഓവറോൾ നിഖിലയുടെ ഡ്രസ്സിങ്ങും അതിനോട് ചേർന്ന ബാക്ക്ഗ്രൗണ്ടും എല്ലാം നന്നായിരുന്നു. താങ്ക് യു ചേച്ചി. ആശേച്ചി. നിഖില, ചേച്ചി ആദ്യം തന്നെ കുറച്ച് നാട്ടുവിശേഷം ചോദിക്കട്ടെ. ഇത്രയും പ്രോഗ്രാംസിലൊക്കെ വന്നു, ഇപ്പം വളരെ പോപ്പുലർ ആയിട്ടുണ്ടാവില്ലേ നാട്ടിലെന്താ മോളെ കുറിച്ച് പറയുന്നത്, അല്ലെങ്കിൽ തിരിച്ചറിയുന്നുണ്ടോ? അതെ, തീർച്ചയായിട്ടും. ഒരുപാട് പ്രോഗ്രാംസിന് ഉദ്ഘാടനത്തിനൊക്കെ വിളിക്കാറുണ്ട് സ്കൂളുകളിലൊക്കെ. ഭയങ്കര ഇഷ്ടമാണ്, എല്ലാവർക്കും കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഗംഭീരമായിട്ട് പാടി ആസ് യൂഷ്വൽ. താങ്ക് യു ചേച്ചി. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ ഇരിക്കണം ഞാൻ ആഗ്രഹിച്ചിരുന്നു, ക്രൗൺ ഒക്കെ വെച്ചിട്ട്. അത് നഷ്ടപ്പെട്ടു. പക്ഷെ ഇനിയും ഉണ്ടല്ലോ നമുക്ക് ചാൻസസ്. ഷുവറായിട്ട് ഒരു ദിവസം ഇവിടെ എന്റെ തൊട്ടടുത്ത് കൈ പിടിച്ചിരിക്കുന്നത് എനിക്ക് ഉറപ്പാണ്. ഓക്കെ, ശ്രമിക്കാം. ഓൾ ദി ബെസ്റ്റ് മോളെ. താങ്ക് യു. ഓക്കെ, താങ്ക് യു. നമുക്ക് ഇന്നത്തെ പെർഫോമൻസിന്റെ റിസൾട്ട് അറിയണം. നിഖില സേഫ് ആയിരിക്കും അല്ലേ? ആയിരിക്കും. നല്ല ഫീലോട് കൂടി പാടി എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. റിസൾട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഫീൽ ആവോ? സേഫ് ആയിരിക്കും. സേഫ് ആയിരിക്കും. ഉറപ്പാണോ? ഉറപ്പിച്ച് പറയാൻ പറ്റോ? സേഫ് ആയിരിക്കും. മഞ്ജരി, സേഫ് ആയിരിക്കോ? ഇപ്പൊ പച്ചക്കല്ല ഇട്ടിട്ട് വന്നിരിക്കുന്നത്, പിന്നെ നമുക്ക് സേഫ് ആക്കിയാലോ? സേഫ് ആക്കാം. സേഫ് ആണ്. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. താങ്ക് യു ചേച്ചി. അപ്പൊ എന്തായാലും ഇനി അവസരങ്ങളുണ്ട്. അപ്പൊ നമുക്ക് ഗോൾഡൻ ചെയർ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അടുത്ത റൗണ്ടിൽ നന്നായി പ്രാക്ടീസ് ചെയ്യാം, അടിച്ചു പൊളിക്കാം. മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിൽ അടുത്ത മത്സരാർത്ഥിയെ നമുക്ക് എത്രയും പെട്ടെന്ന് വിളിക്കാം. വിളിക്കൂ. ഓൾഡ് ഈസ് ഗോൾഡ് ആവാം അല്ലേ? ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുമ്പോൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും. അതെ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കുമല്ലോ. അപ്പോ നമുക്ക് ആ ബ്ലാക്ക് ആൻഡ് വൈറ്റ് വേഷം അണിഞ്ഞ് വരുന്ന ആ മത്സരാർത്ഥി ആരാണെന്ന് അറിയാം. ഒരുപാട് സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം ആതിര PT. എൻ്റെ ഇന്നത്തെ പെർഫോമൻസ് ഓൾഡ് ഈസ് ഗോൾഡ് റൗണ്ടിലാണ്. സ്വപ്നം എന്ന് പറയുന്ന മൂവിയിലെ സലിൽദ സംവിധാനം ചെയ്ത് വാണിയമ്മ പാടിയ പാട്ടാണ്. സൗരയൂഥത്തിൽ വിടർന്ന ഒരു കല്യാണം. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട പാട്ടാണ്. നന്നായി പാടാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ബ്ലാക്ക് ആൻഡ് വൈറ്റിന് ഇത്രയും അധികം കോമ്പിനേഷൻസ് ഉണ്ടെന്നുള്ളതേ. ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ഏറ്റവും സുന്ദരിയായിട്ട് വന്നത് ആതിരയായിരിക്കും അല്ലേ? ആ ഹെയർ സ്റ്റൈലും ഒരു റോസാപ്പൂ ഒക്കെ കലക്കി. അല്ലെ, എന്ത് ചോദിക്കുമ്പോഴും ഇങ്ങനെ കണ്ണടച്ചിട്ട് ഉത്തരം പറയണം. എന്താ കുട്ടിയുടെ പേര്? ആതിര.
കുട്ടി ഏത് പാട്ടാണ് പാടാൻ പോകുന്നത്? സൗരയൂഥത്തിൽ സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. അതിന് അസലായിട്ട് പാടിയ ഞാനൊരു ബ്രെഡ് ഓംലെറ്റ് വാങ്ങിച്ചു തരും. എനിക്ക് തോന്നുന്നു തലയിൽ ബ്രെഡ് ഓംലെറ്റ് അങ്ങനെയാണോ വെച്ചിരിക്കുന്നത്? അല്ല, ഉഴുന്നുവട കട്ട് ചെയ്ത് വെച്ചിരിക്കുക. ഓഹോ. ഏതാ പാട്ട്? സൗരയൂഥത്തിൽ വിടുന്നവർ. ഓൾ ദി ബെസ്റ്റ്. പിന്നെ വേറൊരു കാര്യം ചോദിക്കട്ടെ, ജോയ്സ് തുടക്കത്തില് ഇമിറ്റേറ്റ് ചെയ്തൊക്കെ അറിഞ്ഞായിരുന്നോ? അതില് അറിഞ്ഞായിരുന്നു. അപ്പൊ എന്തായാലും ജോയ്സ് അവിടെ ഉണ്ട്. അപ്പൊ പാട്ട് നന്നായി പാടാം, അതൊന്നും നോക്കണ്ട. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. സൗരയൂഥത്തിൽ വിടർന്നോരു കല്യാണ സൗഗന്ധികമാണി ഭൂമി, അതിൻ സൗവർണ പരാഗമാണോ മനിനി, അതിൻ സൗരഭമാണിന്റെ സ്വപ്നം 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 സ്വപ്നം. നിന്നെ ഞാൻ എന്തു വിളിക്കും, എന്നെന്നും തളിർക്കുന്ന സൗന്ദര്യമല്ലേ,
അതിരാ എന്തോ അങ്ങനെ ഓൾഡ് ഈസ് ഗോൾഡ് എന്ന് പറയുന്ന റൗണ്ട് കഴിഞ്ഞിരിക്കുകയാണ്. നന്നായി പാടിയോ? ആ കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ജഡ്ജസിനോട് ചോദിക്കാം. ഗായത്രി. ജസ്റ്റ് എക്സ്ട്രാ ഓർഡിനറി. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമായി ഇന്നത്തെ സിംഗിങ്. താങ്ക് യു ചേച്ചി. ശരിക്കും ഒരു വെൽവെറ്റി ടോണായിരുന്നു വോയിസിന്. മരുഭൂമിയിലൊക്കെ ഒരു സോഫ്റ്റ് സാൻഡിന്റെ ഒരു ടെക്സ്ചർ ഉണ്ടാവില്ലേ, ഇങ്ങനെ തണുത്ത കാറ്റത്ത്, അങ്ങനെ ഒരു കുളിർമഴയിലിരിക്കുന്ന ഫീലിംഗ് ആയിരുന്നു എനിക്ക്. അത്രയ്ക്ക് ഇഷ്ടമായി മോളുടെ സിംഗിങ്. താങ്ക് യു ചേച്ചി. എനിക്ക് തോന്നിയത് ഒരു പനിനീർ പുഷ്പത്തില് മഞ്ഞ് തുള്ളികൾ വന്ന് വീഴുന്ന പോലെയുള്ളൊരു സുഖമായിരുന്നു പാടുന്ന കേൾക്കാൻ. സൂപ്പറായിരുന്നു ആതിര. താങ്ക് യു ചേച്ചി. അസലായിട്ട് പാടി. താങ്ക് യു ചേച്ചി. ശരിക്കും കുയിൽനാദം പോലെ ഇങ്ങനെ കേട്ട് പോവാം. അതിൻ്റെ ഇടയിൽ 2 കാര്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അനുപല്ലവിയിലെ സംഗതി, അതും ചരണത്തിലെ സംഗതിയും, ഇത് രണ്ടും ആതിര പഠിച്ചതിൻ്റെയാണ് പ്രശ്നം പറ്റിയിരിക്കുന്നത്, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തതിൻ്റെ ഏതോ ഒന്നാണ്. അതേപോലെ ചരണത്തിൽ ചൂടാത്ത പൂവിൻ്റെ നിശ്വാസമെന്നോ, ഈ 2 സംഗതിയാണ് അതിൽ കൃത്യമാവാഞ്ഞത്. ബാക്കിയൊക്കെ അസലായിട്ട് പാടി. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ചേച്ചി. ആ ചേച്ചി. ഞാൻ ഭയങ്കര ചൂട് അനുഭവിക്കുന്ന ഒരു രാജ്യത്ത് ജീവിക്കുന്ന ആളാണ് ദുബായിൽ. ഇപ്പോൾ ഒരു 45+ ഒക്കെയാണ് അവിടുത്തെ ചൂട്. ആ ചൂടത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഇങ്ങനെ ചെറിയ ചെറിയ മഞ്ഞു തുള്ളികൾ ഇങ്ങനെ നമ്മളുടെ ശരീരത്തിൽ വീഴുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ അതൊന്ന് അനുഭവിക്കാൻ കഴിഞ്ഞാൽ ആ ഒരു ഫീലായിരുന്നു മോള് പാടിയത്. അപ്പൊ നമ്മുടെ 2 പേരുടെയും ഹാഫ് എടുത്തു. നിങ്ങൾ കേരളത്തിലല്ലേ, ഞാൻ ദുബായിലാണ് പറഞ്ഞത്. മഞ്ഞുതുള്ളിയുണ്ട്. പക്ഷെ ഭയങ്കര രസമുണ്ടായിരുന്നു. താങ്ക് യു ചേച്ചി. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞാനിപ്പം ഇദ്ദേഹത്തിന്റെ ഫാനാണ്, ആതിരയുടെ ഫാനായിരുന്നു. ഗംഭീരം. അപ്പൊ ഞങ്ങൾ ഈ മഴത്തുള്ളിയൊക്കെ ഇങ്ങനെ തുടച്ച് കളയാണ്ട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്. ഇനി ജോയ്ക്കുള്ള അവസരമാണ്. 3 പേരും കട്ടകി കാവ്യാത്മികമായി കുറെ വാക്കുകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി ജോ എന്ത് പറയുന്നു? സിമ്പിളാക്കി പറഞ്ഞോളൂ. മാത്സ് ടീച്ചറാണല്ലോ, നമുക്ക് ബുദ്ധിമുട്ടുള്ള ചില തിയറംസ് പ്രൂവ് ചെയ്യാൻ വരും. നമ്മളെ കാണുമ്പോൾ നമ്മൾ അതേക്കും ലാസ്റ്റ് വെക്കാം. കാരണം കുറേ നമുക്കറിയില്ല, കിട്ടുമോന്നറിയില്ല. അങ്ങനെ പ്രൂവ് ചെയ്ത് വരുമ്പോൾ ലാസ്റ്റ് LHS = RHS എന്ന് വരുമ്പോൾ ഒരു സന്തോഷമുണ്ട്, ഇല്ലേ? ഒരു സന്തോഷം എനിക്ക് വന്നിട്ടുണ്ട് ആ ഫീൽ. അതെനിക്കറിയണ്ട, അതിനറിയാം. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈശ്വര, എന്തൊക്കെ അറിയാം. ഒരു ഉത്തരം കിട്ടുമ്പോൾ ഒരു സന്തോഷം. മാത്സ് ബുദ്ധിമുട്ടുള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. അവസാനം ഒരു ഗെയിമൊക്കെ കളിച്ച് നമ്മൾ വിജയിക്കില്ലേ, അതേ ഒരു ആ ഒരു ഫീലാണ്, ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ആ ഒരു ഫീല് വേറെയാണ്. ജോ, ഞങ്ങൾക്ക് X കണ്ടുപിടിക്കുമ്പോഴാണ് സന്തോഷം. X Y ഒക്കെ ആരാണെന്ന് കണ്ടുപിടിക്കുക. കണ്ടുപിടിച്ചോ? കണ്ടുപിടിച്ചു. ഞാൻ എന്റെ എത്ര എക്സുകൾ കണ്ടെത്തിയിരിക്കുന്നു. അപ്പൊ അതുപോലെയായിരുന്നു. ഈ നോർത്ത് ഇന്ത്യൻ ഫുഡൊക്കെ ഇഷ്ടമാണോ? ആലു പൊറാട്ട. അപ്പൊ ഈ ആലു പൊറാട്ട നമുക്ക് ഉണ്ടാക്കി തരുമ്പം ആലു പൊറാട്ടയുടെ മോൾഡ് നമ്മൾ ഈ ഹോം മെയ്ഡ് വെണ്ണ ഒരു വൈറ്റ് കളറുള്ള ബട്ടർ അതിങ്ങനെ ഒരു കട്ടിക്കൊഴിക്കും. അത് കൂട്ടി ആ ആലു പൊറാട്ട കഴിക്കുന്ന ആ ഒരു ടേസ്റ്റ്. അവിടെ ഗായത്രിയാണ് അവിടെ ഒരു കപ്പൽ ഓടിക്കപ്പോ. ഇപ്പൊ ഇവരാരും ഞാൻ കോപ്പി അടിച്ചില്ല. ഞാൻ എന്റെ സ്വന്തം രണ്ട് ഉപമ, ഒന്നിന് പകരം 2 ഉപമ തന്നു. എക്സലന്റ് ആയിരുന്നു, എക്സലന്റ്. എല്ലാ കവികളും ഉദ്ദേശിച്ചത് അസലായിരുന്നു. അതാണ് കാര്യം. താങ്ക് യു. അതിരാ, ഇനി എന്ത് വേണം? ഗോൾഡൻ ബസർ ജസ്റ്റ് ഒന്ന് മിസ്സായി പോയെന്നുള്ളൂ. ഒരാള് അതിരയുടെ ഫാനായി, ഉപമകൾ കിട്ടി. അപ്പോ ഇഷ്ടായില്ലേ? നല്ല കമന്റ്സ് ഒക്കെയാണ്. ഇനി എന്തായാലും നമുക്ക് ഒന്ന് റിസൾട്ട് അറിയേണ്ട ഒരു ചെറിയൊരു ചടങ്ങുണ്ട്. റിസൾട്ട് അറിയാം. അപ്പൊ ആ മാർക്കുകൾ കൂട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ ആതിര സേഫ് ആണോ ഇല്ലയോ എന്നറിയാനുള്ള സമയമാണ്. ആതിര, യു ആർ സേഫ്. കൺഗ്രാറ്റുലേഷൻസ് ആതിര. അപ്പൊ എന്തായാലും അടുത്ത റൗണ്ടിലോട്ട് നമ്മൾ സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അടുത്ത റൗണ്ടിന് വേണ്ടി നന്നായി പ്രാക്ടീസ് ചെയ്യാൻ അടിച്ചു പൊളിക്കാം. ഓക്കെ, താങ്ക് യു.